ഹലോ ഉദ്യോഗാർത്ഥികളെ, ഫീസർ ഇപ്പത്ത് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മൾ പുതിയൊരു പഠന സീരീസാണ് ആരംഭിക്കുന്നത്. നമുക്കറിയാം, ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ ആണിക്കല്ലാണ് ഇന്ത്യയിലെ ബാങ്കുകൾ. ആ ബാങ്കുകൾ ഇന്നീ കാണുന്ന രൂപത്തിലായി മാറാൻ ഒരുപാട് ആക്ടുകൾ, നിയമങ്ങൾ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഡയറക്റ്റായിട്ട് ബന്ധമുള്ളതും ഇൻഡയറക്റ്റായിട്ട് ബന്ധമുള്ളതും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് ആക്ടുകൾ അതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യൻ ബാങ്കുമായി ബന്ധപ്പെട്ടുള്ള ആക്ടുകൾ, ലോകളാണ് നമ്മളിനി പഠിക്കാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾക്കറിയാലോ, സർഫേസി ആക്ട് അതിനൊരു ഉദാഹരണമാണ്. ബാങ്കുമായി ബന്ധപ്പെട്ട ഒരു ആക്ടാണ്. അതുപോലെ ബാങ്കിങ് റെഗുലേഷൻ ആക്ട്, അതും ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സെർസായി, NI ആക്ട്, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട്, അതുപോലെ DRT ആക്ട് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ ബാങ്കിങ്ങുമായി ബന്ധപ്പെട്ട നിയമങ്ങളാണ്. അപ്പം അതിനെക്കുറിച്ചൊക്കെ എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഏറ്റവും ഷോർട്ടായിട്ടുള്ള, എന്നാൽ കണ്ടന്റുകളൊന്നും ചോരാത്ത രീതിയിലുള്ള ഒരു ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശ്രമിക്കുന്നത്. നമ്മൾ ആദ്യമായിട്ട് നോക്കുന്നത് സർഫേസി ആക്ട് 2002 കുറിച്ചാണ്. നമ്മുടെ ഈ ഒരു പഠന സീരീസ് എത്ര പാർട്ട് വരും എന്നുള്ളത് റെക്കോർഡ് ചെയ്ത സമയത്ത് എനിക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയില്ല. കാരണം നമ്മളിനി നോക്കുന്നത് ആദ്യമായിട്ട് സർഫേസി ആക്ടാണ്. അത് തന്നെ 10 മണിക്കൂറോളം ചർച്ച ചെയ്യാനുള്ള കണ്ടന്റ് ഉണ്ട്. എല്ലാം അതിൻ്റെ ഇമ്പോർട്ടൻസിലേക്ക് മാത്രം ഒതുക്കി ചെറുതാക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് നോക്കുന്നത് സർഫേസി ആക്ട് 2002 ബാങ്കിങ് മേഖലയിൽ സർഫേസി ആക്ട് ഉപകരിച്ചതുപോലെ മറ്റൊരാക്ടും ഉപകരിച്ചിട്ടില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതൊരു ഭംഗിവാക്കായിട്ട് പറഞ്ഞതല്ല. കാരണം ബാങ്കുകൾക്ക് വരുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ലോണുകൾ തിരിച്ചു കിട്ടാതെ വരിക എന്നുള്ളത്. കാരണം ബാങ്കുകൾ ഡെപ്പോസിറ്റുകൾ സ്വീകരിക്കും, ലോണുകൾ കൊടുക്കും. ഇതാണ് ബാങ്കിൻ്റെ പ്രധാനപ്പെട്ട പരിപാടി. അപ്പോൾ കൊടുക്കുന്ന ലോണ് തിരിച്ചടക്കാതെ വരിക എന്ന് പറയുന്നത് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രശ്നമാണ്. ഇത് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് സർഫേസി ആക്ട് കൊണ്ടുവന്നത്. അതുകൊണ്ടാണ് അത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാറിയത്. നമ്മൾ ഈ ഒരു സർഫേസി ആക്ട് പഠിക്കുമ്പോൾ അതിൻ്റെ പശ്ചാത്തലം ആദ്യം നോക്കാം. 1990കളിലാണ് ഇന്ത്യൻ ബാങ്കിങ് മേഖലയിൽ വലിയ മാറ്റങ്ങൾ വരുന്നത്. ഇതിന് പിന്നിലുണ്ടായിരുന്ന കാരണങ്ങൾ, ഒന്ന് അന്നത്തെ ഫിനാൻസ് മിനിസ്റ്റർ ആയിട്ടുണ്ടായിരുന്ന മൻമോഹൻ സിംഗ് ആണ്. മറ്റൊന്ന് ആ സമയത്ത് വന്നിട്ടുള്ളൊരു റിപ്പോർട്ടുണ്ട്, നരസിംഹൻ കമ്മിറ്റി റിപ്പോർട്ട്. ഇതാണ് ഇതിന് ഈ വലിയൊരു മാറ്റങ്ങൾക്ക് പിന്നിലുള്ള കാരണം എന്ന് പറയുന്നത്. 1990കൾ വരെ ബാങ്കിങ് മേഖലയിൽ വലിയ കൺട്രോളുകൾ RBIക്ക് ഉണ്ടായിരുന്നു. പുറത്തുള്ള അന്താരാഷ്ട്ര കാര്യങ്ങളിലൊന്നും ഇടപെടാനോ അതിനനുസരിച്ച് നീങ്ങാനോ ബാങ്കുകൾക്ക് അന്ന് സാധിച്ചിരുന്നില്ല. 1990 സമയങ്ങളിലൊക്കെ ബാങ്കുകൾ സൂക്ഷിക്കേണ്ട SLRകൾ എന്ന് പറയുന്നത് 38.5%. അതുപോലെ CRR എന്ന് പറയുന്നത് 10%. അതെന്താന്ന് നിങ്ങൾക്ക് അറിയായിരിക്കും. ₹1 നമ്മൾ ഡെപ്പോസിറ്റായിട്ട് സ്വീകരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ 100 രൂപ ഒരു ഡെപ്പോസിറ്റായിട്ട് സ്വീകരിക്കുകയാണെങ്കിൽ അതിൻ്റെ 38 രൂപ SLR ആയിട്ട് മാറ്റി വെക്കണം, 10 രൂപ CRR ആയിട്ട് മാറ്റി വെക്കണം. ബാക്കിയുള്ളേ നമുക്ക് ലോൺ കൊടുക്കാനൊക്കെ ഉള്ള ഇതായിട്ട് കിട്ടുള്ളൂ. അപ്പം അത്രയും കൂടുതൽ സൂക്ഷിക്കേണ്ട ഒരവസ്ഥ 1990കളിലുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്താണ് ഈ കമ്മിറ്റി റിപ്പോർട്ടുകളൊക്കെ വരുന്നത്. ആ കമ്മിറ്റി റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ടൊരു ആശയമായിരുന്നു LPG എന്ന് പറയുന്നത്, അഥവാ ലിബറൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ. അത് വന്ന അടിസ്ഥാനത്തിലാണ് പ്രധാനപ്പെട്ട വിദേശ ബാങ്കായിട്ടുള്ള ICICI ബാങ്കുകൾ ഇന്ത്യയിലേക്ക് കടന്നു വരുന്നത്. അതുപോലെ ആക്സിസ് HDFC പോലുള്ള പ്രൈവറ്റ് ബാങ്കുകളും ഇന്ത്യയിൽ തുടക്കം കുറിക്കുന്നത് ആ ഒരു കാലഘട്ടത്തിലാണ്. ആ ഒരു നരസിംഹൻ കമ്മിറ്റി റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട ഒരു അഭിപ്രായമായിരുന്നു ആഗോളതലത്തിൽ ബാങ്കുകൾ കോമ്പറ്റീഷൻ സസ്റ്റെയിൻ ചെയ്യുക എന്നുള്ളത്. അതുപോലെ ലോണ് കൊടുത്താൽ മാത്രം പോരാ, അത് തിരിച്ചു കിട്ടാനുള്ള പ്രോപ്പറായിട്ടുള്ള റിക്കവറി മാർഗവും ബാങ്കുകൾക്ക് ഉണ്ടായിരിക്കണമെന്ന് അതിലൊരാശയമായിരുന്നു. ഇവരുടെ ഈ ഒരു നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് 1993 RDD-BFI എന്ന് പറയുന്ന ആക്ട് വരുന്നത്. RDD-BFI, ദ റിക്കവറി ഓഫ് ഡെപ്റ്റ് ഡ്യൂ ടു ബാങ്ക് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നാണ് അതിൻ്റെ ഫുള്ള്. അത് വരുന്നത് ഇവരുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഈ RDD-BFI ഷോർട്ടായിട്ട് വിളിക്കുന്നതാണ് DRT ആക്ട് എന്ന് പറയുന്നത്. അതാണ് കൂടുതൽ നമ്മൾ കേട്ടുകയാണ്, DRT ആക്ട്. അഥവാ D എന്ന് പറഞ്ഞാൽ ഡെപ്റ്റ്, R എന്ന് പറഞ്ഞാൽ റിക്കവറി, T
DRT എന്ന് പറഞ്ഞാൽ ട്രിബ്യൂണൽ, ഡെപ്റ്റ് റിക്കവറി ട്രിബ്യൂണൽ ആക്ട് എന്ന് RTDBFA ഷോർട്ടായിട്ട് വിളിക്കുന്നതാണ്. ഈ DRT സംവിധാനത്തിലുള്ള ജഡ്ജിയെ പറയുന്ന പേരാണ് പ്രിസൈഡിംഗ് ഓഫീസർ എന്ന് പറയുന്ന കേട്ടോ. ഈ ഒരു സംവിധാനം വരുന്നതിന് മുമ്പ് ബാങ്കിൽ നമ്മൾ സെക്യൂരിറ്റി ആയിട്ട് കൊടുത്താൽ അല്ലെങ്കിൽ മോർഗേജ് ചെയ്താൽ പിന്നീട് നമ്മൾ തിരിച്ചടവൊക്കെ പരാജയപ്പെടുന്ന സമയത്ത് ബാങ്കുകൾക്ക് ആ വസ്തു റിക്കവറി ചെയ്യാൻ, വിറ്റ് കാശാക്കാൻ അനുമതി ഉണ്ടായിരുന്നില്ല ബാങ്കുകൾക്ക്. അവരതിന് കോടതിയിൽ പോയിട്ട് കോടതി മുഖാന്തരം മാത്രമാണ് ആ വസ്തു റിക്കവറി ചെയ്യാൻ പറ്റിയിരുന്നുള്ളൂ. അഥവാ നമ്മളൊരു കാറ് ബാങ്കിൽ പോയിട്ട് ലോണായിട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മളതിനെ തിരിച്ചടവൊക്കെ പരാജയപ്പെട്ടു, ആ വസ്തു NPA ആയി. NPA ആകുക എന്ന് പറഞ്ഞാൽ 90 ദിവസമായിട്ടും അതിൻ്റെ പലിശയോ മുതലൊന്നും തിരിച്ചടക്കാതെ വരുമ്പോഴാണ് NPA ആകുക. അങ്ങനെ ആ ഒരു സെക്യൂരിറ്റി വിറ്റ് കാശാക്കാനോ ആ ബാങ്കുകൾക്ക് സാധിക്കൂല. അവർ കോടതിയിൽ പോയിട്ട് കോടതി മുഖാന്തരമേ പറ്റുള്ളൂ. കോടതി പോയാൽ നമുക്കറിയാം ഒരുപാട് കാലവും എടുക്കും. ഈ ഒരു കാര്യം ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രശ്നമായിരുന്നു. ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് DRT ആക്ട് കൊണ്ടുവന്നത്. ഈ DRT ആക്ടിൽ കോടതികൾക്ക് പകരം സെപ്പറേറ്റ് ട്രിബ്യൂണലാണ് ഉണ്ടായിരിക്കുക. ഈ DRT ആക്ടിൽ കോടതികൾക്ക് പകരം സെപ്പറേറ്റ് ട്രിബ്യൂണലാണ് ഉണ്ടായിരിക്കുക. ആ ട്രിബ്യൂണൽ എന്ന് പറയുന്നത് ബാങ്കിൻ്റെ പ്രോപ്പർട്ടികൾ റിക്കവറി ചെയ്യുക എന്നുള്ള ആവശ്യം മാത്രമാണ്. ആ ട്രിബ്യൂണൽ ഇതിനു വേണ്ടിയിട്ടാണ്, ബാങ്കിൻ്റെ പ്രോപ്പർട്ടികൾ റിക്കവറി ചെയ്യാനുള്ള ആവശ്യത്തിന് വേണ്ടി മാത്രമാണ് ആ ട്രിബ്യൂണൽ പ്രവർത്തിക്കുന്നത്. ആ ഒരു ട്രിബ്യൂണൽ DRT കോടതിയിൽ വരുന്ന ജഡ്ജിയെ പറയുന്ന പേരാണ് പ്രിസൈഡിംഗ് ഓഫീസർ. ആ DRT ട്രിബ്യൂണലിലുള്ള ജഡ്ജിയെ പറയുന്ന പേരാണ് പ്രിസൈഡിംഗ് ഓഫീസർ. ഇത് നമ്മൾ DRT സംവിധാനത്തിൽ വരുന്ന ഒരു വിധിക്കെതിരെ സാധാരണ കോടതിയിലല്ല അപ്പീൽ പോകുക. അതിന് പോകേണ്ടത് എവിടെയോട്ടാണ്? DR80 DR80 എന്ന് പറഞ്ഞാൽ ഡെപ്റ്റ് റിക്കവറി അപ്പലേറ്റ് ട്രിബ്യൂണൽ. അവിടെയുണ്ട് ഒരു ജഡ്ജി, ഒറ്റ ജഡ്ജിയേ ഉള്ളൂ. ആ ജഡ്ജിയെ പറയുന്ന പേരാണ് ചെയർപേഴ്സൺ. ചെയർപേഴ്സണും അതുപോലെ പ്രിസൈഡിംഗ് ഓഫീസറും അങ്ങോട്ടോട്ടും മാറരുത്. പ്രിസൈഡിംഗ് ഓഫീസർ എന്ന് പറഞ്ഞാൽ DRT സംവിധാനത്തിലാണ്. DR80 വരുന്നതാണ് ചെയർപേഴ്സൺ എന്ന് പറയുന്നത്. DRT സംവിധാനത്തിൽ സാധാരണ കോടതികൾക്കൊന്നും ഇടപെടാൻ സാധിക്കുമായിരുന്നില്ല. DRT സംവിധാനത്തിൽ സാധാരണ കോടതികൾക്ക് ഒന്നും ഇടപെടാൻ സാധിക്കില്ല. ഇതിൻ്റെ അപ്പീൽ പോകേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ സാധാരണ കോടതികളിലല്ല, DR80 അതിൻ്റെ അപ്പീലടക്കം പോകേണ്ടത്. ഈ DRT സംവിധാനത്തിൽ ഒരു കേസ് വന്നു കഴിയുമ്പോൾ ആദ്യം DRTയിൽ അത് 180 ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ അര വർഷത്തിനുള്ളിൽ അതിനൊരു തീരുമാനം കാണണം. അങ്ങനെ അവിടെ നിന്ന് വരുന്ന വിധിക്കെതിരെ DR80 പിന്നീട് അപ്പീലിന് പോകേണ്ടത്. അങ്ങനെ അപ്പീൽ പോകുകയാണെങ്കിൽ അവിടെയും ഒരു അര വർഷത്തിനുള്ളിൽ അത് ഈ തീരുമാനം കാണണം. മൊത്തം 1 വർഷത്തിനുള്ളിൽ അതിൻ്റെ ആകെ മൊത്തം വിധി വന്നിരിക്കണം എന്നുള്ളതാണ് ഈ ഒരു സിസ്റ്റത്തിലുള്ളത്. പക്ഷേ ഇതും പഴയ ഒരു കോടതി സിസ്റ്റത്തിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. കാലതാമസം ഇവിടെയും വന്നു. കാരണം ഇന്ത്യയിൽ അപ്പീൽ പോകേണ്ട ഈ ഒരു DR80 എന്ന് പറയുന്നത് ഇന്ത്യയിൽ ആകെ മൊത്തം 5 ഉള്ളൂ, സൗത്ത് ഇന്ത്യയിൽ 1. ചുരുക്കി പറയുകയാണെങ്കിൽ 1993 RTDBFA എന്ന് പറയുന്ന ദ റിക്കവറി ഓഫ് ഡെപ്റ്റ് ഡ്യൂ ടു ബാങ്ക് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആക്ടിൻ്റെ, അതല്ലെങ്കിൽ DRT ആക്ടിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഗുണങ്ങൾ ബാങ്കുകൾക്ക് കിട്ടാതെ പോയി. നമ്മൾ ഈ ചൂണ്ടിക്കാട്ടിയ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് രണ്ടാമത്തെ നരസിംഹം കമ്മിറ്റി റിപ്പോർട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു 1998. 1998 രണ്ടാമത്തെ നരസിംഹം കമ്മിറ്റി റിപ്പോർട്ട് വരുന്നത്. ഒന്നാമത്തേത് 1991 മറക്കരുത്. ഈ രണ്ടാമത്തെ 1998 നരസിംഹ കമ്മിറ്റി റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം എന്ന് പറയുന്നത് കോടതി, ട്രിബ്യൂണൽ എന്നീ സിസ്റ്റങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഒരു ബാങ്കിനെ നേരിട്ട് എല്ലാ പ്രൊസീജിയറും പാലിച്ചുകൊണ്ട് റിക്കവറി ചെയ്യാനുള്ള ഒരു സൗകര്യം വേണമെന്നാണ് ഈ റിപ്പോർട്ടിൽ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു ആവശ്യം. എന്തായിരുന്നു? കോടതികൾ, ട്രിബ്യൂണൽ ഈ സിസ്റ്റങ്ങളെല്ലാം പാടെ ഒഴിവാക്കിക്കൊണ്ട് ബാങ്കിന് നേരിട്ട് പ്രൊസീജിയർ പാലിച്ചുകൊണ്ട് റിക്കവറി ചെയ്യാനുള്ള ഒരു സൗകര്യം വേണമെന്നാണ് ഈ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവർ ഈ പറഞ്ഞ ആവശ്യം പരിഗണിച്ചുകൊണ്ട് RBI സെൻട്രൽ ഗവൺമെൻറ് ഇതെങ്ങനെ പ്രാവർത്തികമാക്കാം എന്നതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി അന്ത്യരചനാ കമ്മിറ്റിയെ ചുമതലപ്പെടുത്തി. RBIയും സെൻട്രൽ ഗവൺമെൻറ്റും ഇതിനെ എങ്ങനെ പഠിക്കാം, ഇതെങ്ങനെ പ്രാവർത്തികമാക്കാം, ഇതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി അന്ത്യരചനാ കമ്മിറ്റിയെ ചുമതലപ്പെടുത്തി. ഈ അന്ത്യരചനാ കമ്മിറ്റിയാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു സർഫേസി ആക്ട്,
ഈ രൂപത്തിലാക്കാൻ സഹായിച്ചിട്ടുള്ളത്. അതിൻ്റെ സെക്ഷനുകൾ എന്തൊക്കെയാണ്, അതിൻ്റെ ഫോർമാറ്റ് എന്തൊക്കെയാണ്, അതെങ്ങനെ ഫോളോ അപ്പ് ചെയ്യണം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും സർഫേസി ആക്ടിനെ കുറിച്ച് പഠിച്ച് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ഈ അന്ത്യരചന കമ്മിറ്റി ആയിരുന്നു. നമുക്ക് സർഫേസി ആക്ടിനെ കുറിച്ച് പഠിക്കാം. നമ്മൾ ഈ സർഫേസി ആക്ടിൻ്റെ ഒരു ആമുഖമാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി അതിൻ്റെ നമുക്ക് പ്രധാനപ്പെട്ട ഭാഗങ്ങളിലോട്ട് പോകാം. ഒരു സമ്പദ് വ്യവസ്ഥയെ സംബന്ധിച്ചിടത്തോളം ബാങ്ക് എന്ന് പറയുന്നത്, ബാങ്കിങ് സംവിധാനം എന്ന് പറയുന്നത് വളരെ അത്യാവശ്യപരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഏതൊരു രാജ്യത്തിൻ്റെയും സമ്പദ് വ്യവസ്ഥയുടെ ആണിക്കല്ലായിരിക്കും ആ രാജ്യത്തുള്ള ബാങ്കിങ് സംവിധാനം എന്ന് പറയുന്നത്. ആ രാജ്യത്തുള്ള ജനങ്ങളുടെ കയ്യിൽ നിന്ന് പണം ഡെപ്പോസിറ്റായി സ്വീകരിച്ച് ആവശ്യമുള്ള ആളുകൾക്ക് പണം കൊടുക്കുന്ന പ്രവൃത്തിയാണ് ബാങ്കുകൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഒരു രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയുടെ ആണിക്കല്ലാണ് ബാങ്കിങ് സിസ്റ്റം എന്ന് പറയുന്നത്. ജനങ്ങളുടെ കയ്യിൽ നിന്ന് ക്യാഷ് ഡെപ്പോസിറ്റായിട്ട് സ്വീകരിക്കുമ്പോൾ ഡൊണേഷനായിട്ടല്ല നമ്മളത് സ്വീകരിക്കുന്നത്. അവരാവശ്യപ്പെടുന്ന സമയത്ത് നമ്മളത് തിരിച്ചു കൊടുക്കാമെന്ന വ്യവസ്ഥയിലാണ് ബാങ്കുകൾ ജനങ്ങളുടെ കയ്യിൽ നിന്ന് ആ ക്യാഷ് സ്വീകരിക്കുന്നത്. ആ ക്യാഷ് ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങൾക്ക് തന്നെ ലോണായിട്ട് കൊടുക്കുമ്പോൾ ബാങ്കിന് എന്ത് കിട്ടണം? കറക്റ്റായിട്ട് ഇൻട്രസ്റ്റും എമൗണ്ടിൻ്റെ ഗഡുക്കളും കൃത്യമായിട്ട് കിട്ടിയാൽ മാത്രമേ ബാങ്കിങ് സംവിധാനം കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. ലോൺ എടുത്തു കഴിഞ്ഞ് തവണകളൊന്നും തിരിച്ചടക്കാതെ, ഇൻട്രസ്റ്റുകളൊന്നും തിരിച്ചടക്കാതെ വരികയാണെങ്കിൽ അത് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ബാധ്യതയായിട്ട് മാറും. അത് ഇല്ലാണ്ടാക്കാനാണ് ഈ സർഫേസി ആക്ട് കൊണ്ടുവന്നത്. ഈ സർഫേസി ആക്ട് വന്നിട്ടുണ്ടായിരുന്നത് ഒരു സ്പെഷ്യൽ ഓർഡിനൻസിലൂടെയാണ്. അഥവാ ഇന്ത്യയിൽ ഏതൊരു കാര്യവും പ്രാവർത്തികമാക്കണമെങ്കിൽ, അത് നിലനിൽക്കണമെങ്കിൽ ഒരു നിയമത്തിൻ്റെ സാധുത അതിനാവശ്യമാണ്. ഇത് വന്ന സമയത്ത് ഇതിന് നിയമത്തിൻ്റെ ഒരു സാധുത ഉണ്ടായിരുന്നില്ല. പകരം ഒരു സ്പെഷ്യൽ ഓർഡിനൻസ് ഇറക്കി കൊണ്ടുവന്നതായിരുന്നു. സ്പെഷ്യൽ ഓർഡിനൻസ് ഇറക്കി കൊണ്ടുവരുന്ന ഏതൊന്നും അതിന് പെട്ടെന്ന് തന്നെ നിയമത്തിൻ്റെ ഒരു സാധുത കിട്ടിയില്ലെങ്കിൽ അത് സ്വമേധയെ ഇല്ലാണ്ടാകും. അഥവാ സ്പെഷ്യൽ ഓർഡിനൻസ് കൊണ്ടുവന്നാലും പിന്നീട് ഒരു ആക്ട് കൊണ്ടുവന്ന് അത് സ്ഥാപിക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മുടെ ഈ സർഫേസി ആക്ട് 2002 ജൂൺ 21 ഒരു സ്പെഷ്യൽ ഓർഡിനൻസൂടെ കൊണ്ടുവന്നെങ്കിലും അത് പ്രാവർത്തികമാക്കി അതിനൊരു ആക്ട് കൊണ്ടുവരുന്നത് 2002 ഡിസംബർ 17 അഥവാ ഗസറ്റിലൂടെ ഒഫീഷ്യലായി പബ്ലിഷ് ചെയ്യുന്നത് 2002 ഡിസംബർ 17 എന്നാൽ അത് ബാങ്കുകൾ പ്രാവർത്തികമാക്കിയതോ 2002 ജൂൺ 21 ഇതൊരു സർഫേസ് ആക്ടിൽ മാത്രമല്ല ഈ ഒരു സ്പെഷ്യൽ ഓർഡിനൻസ് കൊണ്ടുവരുന്നത്. ബാങ്കുകൾ 1969 ദേശസാൽക്കരിച്ച സമയത്ത് അതിനും ഇതുപോലെ സ്പെഷ്യൽ ഓർഡിനൻസ് കൊണ്ടുവന്നിട്ടാണ് ബാങ്കുകൾ ദേശസാൽക്കരിക്കുന്നത്. 1969 ജൂലൈ 19 ബാങ്കുകൾ ദേശസാൽക്കരിക്കുന്നത്. എന്നാൽ അതിന് ഉപോത്ബകമായ നിയമം കൊണ്ടുവരുന്നത് 1970കളിലാണ്. അതേ ഒരു രൂപത്തിലാണ് നമ്മുടെ സർഫേസി ആക്ടും വന്നത്. അപ്പോൾ സർഫേസി ആക്ട് ഒഫീഷ്യൽ ഗസറ്റിലൂടെ വരുന്നത് 2002 ഡിസംബർ 17 അത് എഫക്റ്റീവ് ആകുന്നതെന്നാണ് 2002 ജൂൺ 21 സർഫേസി ആക്ട് പ്രധാനമായും 3 ഭാഗങ്ങൾ കൂടിച്ചേർന്നിട്ടാണ്. അതിൻ്റെ പ്രവർത്തനം 3 തരത്തിലാണ്. അതിൻ്റെ ഫുൾ ഫോം നോക്കിയാൽ തന്നെ നമുക്ക് കിട്ടും. എന്താണ് സർഫേസി ആക്ടിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്? സെക്യൂരിറ്റൈസേഷൻ ആൻഡ് റീകൺസ്ട്രക്ഷൻ ഓഫ് ഫിനാൻഷ്യൽ അസറ്റ്സ് ആൻഡ് എൻഫോഴ്സ്മെന്റ് ഓഫ് സെക്യൂരിറ്റി ഇൻട്രസ്റ്റ്. ഇതാണ് സർഫേസി ആക്ടിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. അതിൽ സെക്യൂരിറ്റൈസേഷൻ ഓഫ് ഫിനാൻഷ്യൽ അസറ്റ് എന്ന് പറയുന്നത് ഒരു ഭാഗമാണ്. റീകൺസ്ട്രക്ഷൻ ഓഫ് ഫിനാൻഷ്യൽ അസറ്റ് എന്ന് പറയുന്നത് മറ്റൊരു ഭാഗമാണ്. എൻഫോഴ്സ്മെന്റ് ഓഫ് സെക്യൂരിറ്റി ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് മറ്റൊരു ഭാഗമാണ്. 2011 മുതൽ 4 ഭാഗം പുതിയതായിട്ടൊന്നുകൂടി വന്നിട്ടുണ്ട്. പ്രധാനപ്പെട്ടത് ഈ 3 ഭാഗങ്ങളാണ്. നിങ്ങൾ ഓർത്തു വെക്കുക. ഒന്നാമത്തെ സെക്യൂരിറ്റൈസേഷൻ ഓഫ് ഫിനാൻഷ്യൽ അസറ്റ്, രണ്ടാമത്തെ റീകൺസ്ട്രക്ഷൻ ഓഫ് ഫിനാൻഷ്യൽ അസറ്റ്. ഇത് രണ്ടും കൈകാര്യം ചെയ്യുന്നത് ARC എന്ന് പറയുന്ന കമ്പനികളാണ്. പറയാമെന്നുള്ളത്. അതുപോലെ മൂന്നാമത്തെ എൻഫോഴ്സ്മെന്റ് ഓഫ് സെക്യൂരിറ്റി ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ബാങ്കുകൾ തന്നെ കൈകാര്യം ചെയ്യും. ബാങ്കുകൾക്ക് മുമ്പ് സാധാരണയായിട്ട് സെക്യൂരിറ്റികൾ വിറ്റ് കാശാക്കാൻ, അതും കോടതിയുടെ പെർമിഷന് മുമ്പ്, ഈ ഒരു ആക്ട് വരുന്നതിന് മുമ്പ് കോടതിയുടെ പെർമിഷനോട് കൂടിയിട്ട് സെക്യൂരിറ്റി വിറ്റ് കാശാക്കുക എന്നുള്ള ഒരൊറ്റ പ്രവൃത്തി മാത്രമാണ് ബാങ്കുകളൊക്കെ ചെയ്യാറുണ്ടായിരുന്നത്. എന്നാൽ ARCയുടെ കേസിൽ അങ്ങനെയല്ല. ARCക്ക് മറ്റു പലതും ഇതിനോട് കൂടി ചെയ്യാൻ പറ്റും. അതെന്താണെന്നുള്ളത് ARCയുടെ പവറിൽ നമുക്ക് മനസ്സിലാക്കും. ARCയുടെ പവറുകൾ എന്ന് പറയുന്നത് ഒരു കമ്പനിയാണ് ഈടാക്കി വെച്ച് എന്ന് സങ്കല്പിക്കുക.
അതിന്റെ മിസ്മാനേജ്മെന്റ് കൊണ്ടാണ് അതിന് ഇത്തരത്തിലുള്ള ഒരു പരാജയം സംഭവിച്ചെങ്കിൽ ആ ഒരു മിസ്മാനേജ്മെന്റ് നടത്തിയ ആളുകളൊക്കെ മാറ്റി പുതിയൊരു മാനേജ്മെന്റിനെ കൊണ്ടുവരാൻ ഈ ARCക്ക് സാധിക്കുന്നതാണ്. ARCയുടെ പവറാണ് അത്. അതുപോലെ ARCക്ക് കിട്ടിയ പ്രോപ്പർട്ടി ഉണ്ടാവും. ആ പ്രോപ്പർട്ടിയുടെ ചെറിയൊരു ഭാഗം വിൽക്കാം, അതല്ലെങ്കിൽ ആ പ്രോപ്പർട്ടി ലീസിന് കൊടുത്തിട്ടും ARCക്ക് വേണ്ട ക്യാഷ് ARCക്ക് ഉണ്ടാക്കാവുന്നതാണ്. അതുപോലെ ARCക്ക് റീസണബിൾ ആകുന്ന വിലക്ക് വേണമെങ്കിൽ അത് വിൽക്കാൻ പറ്റും. ഇപ്പൊ കമ്പനിയിൽ 100 കോടിക്കാണ് ആസ്തി പണയം വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ, അത് സെക്യൂരിറ്റി ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ARCക്ക് ചിലപ്പോൾ ആ ബാങ്ക് വിറ്റിട്ടുണ്ടായിരിക്കുക ചിലപ്പോൾ 70 കോടിക്ക് 80 കോടിക്കായിരിക്കും. ARCക്ക് എന്ത് ചെയ്യാൻ ലാഭം കിട്ടുന്ന രീതിയിൽ 70 കോടിക്കാണെങ്കിൽ 80 കോടി രൂപ നിങ്ങൾ തരികയാണെങ്കിൽ ഇത് സെറ്റിൽമെന്റ് ചെയ്യാന്ന് അവരെ അറിയിച്ചുവാണെങ്കിൽ സെറ്റിൽമെന്റ് കൊടുക്കാവുന്നതാണ്. ARCക്ക് അതിനുള്ള പെർമിഷൻ ഉണ്ട്, ARCക്ക് അതിനുള്ള പവർ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ ഇതാണ് റീകൺസ്ട്രക്ഷൻ ഓഫ് ഫിനാൻഷ്യൽ അസറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നതാണ്. ഇനി നമ്മൾ പറഞ്ഞ ഒന്നാമത്തെ കാര്യം സെക്യൂരിറ്റൈസേഷൻ ഫിനാൻഷ്യൽ അസറ്റ്. ഇത് കൈകാര്യം ചെയ്യുന്നത് ARC എന്ന് പറയുന്ന കമ്പനികളാണ്. എന്താണ് ARC എന്ന് പറഞ്ഞാൽ അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനി എന്നുള്ളതാണ്. ഇതൊരു കമ്പനി തന്നെയാണ്, കമ്പനി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തൊരു കമ്പനി. അത് സ്പെഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ടാണ് രജിസ്റ്റർ ചെയ്യുന്നത്. അതിന്റെ 51% മിക്കവാറും പബ്ലിക് സെക്ടർ ബാങ്കുകളാണ് ഷെയർ എടുത്തിട്ടുണ്ടായിരിക്കുക. ഈ ARCകൾക്ക് RBIയുടെ കൺട്രോൾ ഉണ്ടായിരിക്കും, RBIയിൽ നിന്ന് ലൈസൻസ് എടുക്കേണ്ടതായിട്ടുണ്ട്. ഇങ്ങനത്തെ കണ്ടീഷനുകളുള്ള കമ്പനികളാണ് ARC എന്ന് പറയുന്നത്. അവരാണ് സെക്യൂരിറ്റൈസേഷൻ ഓഫ് ഫിനാൻഷ്യൽ അസറ്റും അതുപോലെ റീകൺസ്ട്രക്ഷൻ ഓഫ് ഫിനാൻഷ്യൽ അസറ്റും കൈകാര്യം ചെയ്യുന്നത്. ഇതിൽ നമ്മൾ നോക്കുന്ന ഒന്നാമത്തെയാണ് സെക്യൂരിറ്റൈസേഷൻ ഓഫ് ഫിനാൻഷ്യൽ അസറ്റ്. ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ബാങ്ക് ലോൺ എന്ന് പറയുന്നത് അവരുടെ അസറ്റാണ്, കാരണം അവർക്ക് തിരിച്ചു കിട്ടേണ്ട ഒന്നാണ്. ആ ബാങ്ക് ലോണ് എമൗണ്ട് മാത്രം പോരാ, പലിശ സഹിതം തിരിച്ചു കിട്ടുന്ന ആ സംഖ്യയാണ് ഫിനാൻഷ്യൽ അസറ്റ് അല്ലെങ്കിൽ ബാങ്കിന്റെ ഫിനാൻഷ്യൽ അസറ്റ് എന്ന് പറയുന്നത്. ബാങ്ക് ലോൺ എന്ന് പറയുന്നത് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ അസറ്റാണ്. ആ ബാങ്ക് ലോണ് ഈ എമൗണ്ടും അതുപോലെ ഗഡുവും അതിന്റെ പലിശയും ചേർത്ത് കിട്ടുന്ന സംഖ്യയാണ് ബാങ്കിന്റെ ഫിനാൻഷ്യൽ അസറ്റ് എന്ന് പറയുന്നത്. ഈ ബാങ്ക് ലോണ് നൽകാൻ ബാങ്കിൽ സെക്യൂരിറ്റി വെക്കേണ്ടതുണ്ട്. ആ ബാങ്ക് ലോണ് റീപേയ്മെന്റ് പരാജയപ്പെടുകയാണെങ്കിൽ ആ ലോണുകൾ പതിയെ NPAയിലോട്ട് പോകും. NPA എന്നുള്ളത് നമ്മൾ ശേഷം പറയാം. അഥവാ 90 ദിവസമായിട്ടും അതിന്റെ പേയ്മെന്റുകളൊന്നും തിരിച്ചടവുകളൊന്നും കൊടുക്കാത്തതിനെയാണ് NPA എന്ന് പറയുന്നത്. അങ്ങനെ ആ NPA ആയിട്ടുള്ള ആ സെക്യൂരിറ്റി എന്ത് ചെയ്യും, ബാങ്കുകൾ ARC എന്ന് പറയുന്ന കമ്പനികൾക്ക് വിൽക്കും. ആ ARC അവർക്ക് വിറ്റ് കിട്ടിയ ഈ അസറ്റുകൾ ക്വാളിഫൈഡ് ബയേഴ്സിനെ എന്ത് ചെയ്യും, സെക്യൂരിറ്റി റെസിപ്റ്റ് വാങ്ങി തിരിച്ചു വിൽക്കും. ഈ വിൽക്കുന്ന ഈ ഒരു പ്രവൃത്തിയാണ് സെക്യൂരിറ്റൈസേഷൻ ഓഫ് ഫിനാൻഷ്യൽ അസറ്റ് എന്ന് പറയുന്നത്. ബാങ്കുകളുടെ ഒരു ബാധ്യത മാറ്റി കിട്ടുന്ന, അവരുടെ ഒരു വലിയൊരു പ്രശ്നങ്ങൾക്ക് പരിഹാരം കിട്ടുന്ന ഒരു സംഗതിയാണിത്. ബാങ്കിൽ NPA ആകുന്ന അക്കൗണ്ടുകൾ അതിന് വെച്ചിട്ടുള്ള സെക്യൂരിറ്റികൾ എന്ത് ചെയ്യും, ബാങ്ക് ARC എന്ന് പറയുന്ന കമ്പനികൾക്ക് വിൽക്കും. അങ്ങനെ വിൽക്കുകയും ആ സെക്യൂരിറ്റി കൊടുക്കുകയും ചെയ്യുന്ന ആ പ്രവർത്തനത്തെയാണ് സെക്യൂരിറ്റൈസേഷൻ ഓഫ് ഫിനാൻഷ്യൽ അസറ്റ് എന്ന് പറയുന്നത്. ഈ അസറ്റുകൾ 5 കൊല്ലം കൊണ്ട് സാധാരണ റിക്കവറി ചെയ്യാറുണ്ട്. ചിലപ്പോൾ 3 കൊല്ലം കൂട്ടിക്കൊടുക്കും. അതല്ലാത്ത പല വഴികളും പാർഷ്യലായിട്ട് വിൽക്കും. അങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് അവർ ഇതിനെ നേരിടാറുള്ളത്. സർഫീസ് ആക്ടിലെ 2ാമത്തെ ഭാഗമാണ് റീകൺസ്ട്രക്ഷൻ ഓഫ് ഫിനാൻഷ്യൽ അസറ്റ് എന്ന് പറയുന്നത്. ഒന്നാമത്തെ സെക്യൂരിറ്റൈസേഷൻ ഓഫ് ഫിനാൻഷ്യൽ അസറ്റ് ആണ്, 2ാമത്തെ റീകൺസ്ട്രക്ഷൻ ഓഫ് ഫിനാൻഷ്യൽ അസറ്റ് ആണ്. ഇവ രണ്ടും കൈകാര്യം ചെയ്യുന്നത് രാജ്യത്തെ ARC ആണ്. അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനികളാണ് ഇവ രണ്ടും കൈകാര്യം ചെയ്യുന്നത്. ARC എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. കമ്പനി ആക്ട് പ്രകാരം രാജ്യത്ത് ഇപ്പോഴത്തെ കമ്പനി ആക്ട് ഏതാണ്, 2013 കേട്ടോ. അപ്പോൾ കമ്പനി ആക്ട് പ്രകാരം സ്പെഷ്യൽ പർപ്പസിനായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള കമ്പനികളാണ് ARC എന്ന് പറയുന്നത്. അതിന് RBIയുടെ കൺട്രോൾ ഉണ്ടായിരിക്കും, RBIയുടെ ലൈസൻസ് ആവശ്യമാണ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. അങ്ങനത്തെ രാജ്യത്ത് 29 ARCകളാണ് രാജ്യത്തുള്ളത്. രാജ്യത്ത് ARCകൾ 29 ഉണ്ട്. ആദ്യത്തെ അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനി എന്ന് പറയുന്നത് ARCലാണ്, ARCI, അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനി ഓഫ് ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറയുന്നതാണ് രാജ്യത്തെ ആദ്യത്തെ ARC. അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനി ഓഫ് ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറയുന്ന ARCലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ARC കമ്പനി എന്ന് പറയുന്നത്. ഏറ്റവും അവസാനം വന്നിട്ടുള്ള ARC കമ്പനി എന്ന് പറയുന്ന അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനി എന്ന് പറയുന്നത് NARCL ആണ്, നാർസലാണ്. അഥവാ നാർസൽ അതിന്റെ ഫുൾ ഫോം എന്താണ്, നാഷണൽ അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനി ലിമിറ്റഡ് എന്ന് പറയുന്നതാണ്. അതിന്റെ 51% ഓണർഷിപ്പ് കൈപ്പറ്റിയിട്ടുള്ളത് രാജ്യത്തെ പബ്ലിക് സെക്ടർ ബാങ്കുകളാണ്.
രാജ്യത്ത് 12 പബ്ലിക് സെക്ടർ ബാങ്കുകളാണുള്ളത്. അവകളാണ് നാഷണൽ അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനി ലിമിറ്റഡിന്റെ 51% ഷെയറുകൾ കൈപ്പറ്റിയിട്ടുള്ളത്. നാർസിൽ തുടങ്ങാൻ ഗവൺമെന്റ് മുന്നിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിനുള്ള കാരണമെന്ന് പറയുന്നത് ബാഡ് ഡെപ്റ്റുകൾ രാജ്യത്ത് കൂടി വരികയാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നൊരു ബാങ്ക് ഉണ്ട്, RBI അല്ല. അതുപോലെ ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, ഇവയുടെയൊക്കെ ബാഡ് ഡെപ്റ്റുകൾ വളരെയധികം പെരുകിയിട്ട് അവ പ്രയാസപ്പെടുകയായിരുന്നു. രാജ്യത്ത് 12 പബ്ലിക് സെക്ടർ ബാങ്കുകൾക്കും ഇതുപോലെ ബാഡ് ഡെപ്റ്റുകൾ വൻതോതിൽ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് വീർപ്പുമുട്ടുകയായിരുന്നു. അപ്പം അതിനൊക്കെ ഒരു പരിഹാരമായിക്കൊണ്ടാണ് നാർസിലിനെ കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്നത്. ഇതിനായി സ്പെഷ്യൽ പാക്കേജുകളൊക്കെ കേന്ദ്ര ബജറ്റിൽ നിർമ്മല സീതാരാമൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഈ നാർസലിന് വേണ്ടിയിട്ട് നാഷണൽ അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനി ലിമിറ്റഡിന് 30,600 കോടി രൂപ ഗ്യാരണ്ടി 2002 കേന്ദ്ര ബജറ്റിൽ നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. ഈ 30,600 കോടി രൂപ കേന്ദ്രം പ്രഖ്യാപിച്ചത് ഇതിൽ നിന്ന് ഷെയർ എടുക്കുന്ന ആളുകൾക്കൊക്കെ അതല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇതൊരു പരാജയമാകരുത്, ഇതിന് ഗ്യാരണ്ടി ഉണ്ട്, അതിലേക്ക് ആളുകളെ ആകർഷിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഈ 30,600 കോടി രൂപ ഇതിന് ഗ്യാരണ്ടി ആയിട്ട് പ്രഖ്യാപിച്ചത്. ഇതിൽ നിന്ന് ഷെയർ എടുക്കുന്ന ആളുകൾ ഉണ്ടാവില്ലേ, ക്വാളിഫൈഡ് ബയേഴ്സ്, അവയ്ക്കൊക്കെ ഒരു സെക്യൂരിറ്റി പ്രഖ്യാപിച്ച് അവർക്കൊരു ഗ്യാരണ്ടി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നിർമ്മല സീതാരാമൻ 2022 കേന്ദ്ര ബജറ്റിൽ 30,600 കോടിയൊക്കെ ഇതിന് ഗ്യാരണ്ടി ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മുടെ വിഷയം ARC അല്ല, റീകൺസ്ട്രക്ഷൻ ഓഫ് ഫിനാൻഷ്യൽ അസറ്റ് എന്ന് പറയുന്നതാണ്. റീകൺസ്ട്രക്ഷൻ ഓഫ് ഫിനാൻഷ്യൽ അസറ്റ് എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? അഴിച്ചു പണിയുക, പുനർനിർമ്മാണം ചെയ്യുക എന്നൊക്കെയാണ് ആ വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. റീകൺസ്ട്രക്ഷൻ ഓഫ് ഫിനാൻഷ്യൽ അസറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അഴിച്ചു പണിയുക, പുനർനിർമ്മാണം ചെയ്യുക എന്നുള്ളതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അഥവാ ബാഡ് ഡെപ്റ്റിനെയാണ് ഉദ്ദേശിക്കുന്നത്. കൂടുതൽ പറയുകയാണെങ്കിൽ ബാങ്ക് ലോണുകൾ എങ്ങനെ നന്നാക്കിയെടുക്കാൻ പറ്റും, ക്യാഷുകൾ എങ്ങനെ തിരിച്ചു പിടിക്കാൻ പറ്റും, അക്കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആ ഒരു പ്രവൃത്തിയെയാണ് റീകൺസ്ട്രക്ഷൻ ഓഫ് ഫിനാൻഷ്യൽ അസറ്റ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. മനസ്സിലായെന്ന് കരുതുന്നു. ബാങ്ക് ലോണുകൾ അതുപോലുള്ളതൊക്കെ നന്നാക്കിയെടുക്കുക, ക്യാഷ് തിരിച്ചു കിട്ടാനുള്ള മാർഗങ്ങൾ എങ്ങനെയൊക്കെ പ്രവർത്തിക്കാൻ പറ്റും, ഇതിനെക്കുറിച്ചാണ്, ആ ഒരു പ്രവൃത്തിയെക്കുറിച്ചാണ് റീകൺസ്ട്രക്ഷൻ ഓഫ് ഫിനാൻഷ്യൽ അസറ്റ് എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി നമ്മൾ സർഫേസി ആക്ടിന്റെ 3ാമത്തെ ഭാഗമാണ് ചർച്ച ചെയ്യുന്നത്. അതെന്താണ്? എൻഫോഴ്സ്മെന്റ് ഓഫ് സെക്യൂരിറ്റി ഇൻട്രസ്റ്റ് എന്നുള്ളതാണ്. എൻഫോഴ്സ്മെന്റ് ഓഫ് സെക്യൂരിറ്റി ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന സർഫേസി ആക്ടിന്റെ 3ാമത്തെ ഭാഗം കൈകാര്യം ചെയ്യുന്നത് അതാത് ബാങ്കുകൾ തന്നെയാണ്. നമ്മൾ തൊട്ട് മുമ്പ് 2 ഭാഗങ്ങൾ പറഞ്ഞു. ഇത് 3ാമത്തെ ഭാഗമാണ് എൻഫോഴ്സ്മെന്റ് ഓഫ് സെക്യൂരിറ്റി ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. നേരത്തെ ഭാഗങ്ങൾ 1 സെക്യൂരിറ്റൈസേഷൻ ഓഫ് ഫിനാൻഷ്യൽ അസറ്റ് ആയിരുന്നു, 2 റീകൺസ്ട്രക്ഷൻ ഓഫ് ഫിനാൻഷ്യൽ അസറ്റ് ആണ്. ഇത് രണ്ടും കൈകാര്യം ചെയ്തിട്ടുള്ളത് സ്പെഷ്യൽ പർപ്പസിന് വേണ്ടി നിർമ്മിച്ചിട്ടുള്ള ARC കമ്പനികളായിരുന്നു. എന്നാൽ എൻഫോഴ്സ്മെന്റ് ഓഫ് സെക്യൂരിറ്റി ഇൻട്രസ്റ്റ് കൈകാര്യം ചെയ്യുന്നത് അതാത് ബാങ്കുകൾ തന്നെയാണ്. എന്താണ് ഈ എൻഫോഴ്സ്മെന്റ് ഓഫ് സെക്യൂരിറ്റി ഇൻട്രസ്റ്റ്? നമ്മൾ ബാങ്കിൽ പണയം വെക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ബാങ്കിൽ നമുക്ക് ലോൺ തരുന്ന സമയത്ത് അതിന് ഈടായിട്ട് എന്തെങ്കിലും വെക്കും. അങ്ങനെ ഈടായിട്ട് വെക്കുന്നത് മൂവബിൾ ആകാം, ഇമ്മൂവബിൾ ആകാം, എനി കൈൻഡ് ഓഫ് സെക്യൂരിറ്റി ആയിരിക്കും. ആ സെക്യൂരിറ്റി നമ്മൾ തിരിച്ചടക്കാൻ പരാജയപ്പെടുന്ന സമയത്ത് ബാങ്കുകൾ എന്ത് ചെയ്യും? കോടതിയിലൊന്നും പോകാതെ, ട്രിബ്യൂണലിൽ പരാതി കൊടുക്കാതെ, ബാങ്കുകൾ എല്ലാ പ്രൊസീജിയറും പാലിച്ചുകൊണ്ട് തങ്ങൾക്ക് കൊടുത്തിട്ടുള്ള കാശ് തിരിച്ചു കിട്ടാൻ വേണ്ടി നടത്തുന്ന പ്രോസസ്സിങ്ങിനെ നമ്മൾ പറയുന്ന പേരാണ് എൻഫോഴ്സ്മെന്റ് ഓഫ് സെക്യൂരിറ്റി ഇൻട്രസ്റ്റ്. ജപ്തി ചെയ്ത് ഞങ്ങൾക്ക് കിട്ടാനുള്ള കാശ് എങ്ങനെയെങ്കിലും തിരിച്ചു പിടിക്കുന്ന ഒരു പ്രോസസ്സിംഗ് ആണ് എൻഫോഴ്സ്മെന്റ് ഓഫ് സെക്യൂരിറ്റി ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. മൂവബിൾ ആയിട്ടുള്ളതോ ഇമ്മൂവബിൾ ആയിട്ടുള്ള പ്രോപ്പർട്ടികളായിരിക്കും. അത് കോടതിയുടെയോ ട്രിബ്യൂണലിന്റെ ഒന്നും സഹായം കൊണ്ടുവരാതെ, അതിലൂടെ ഒന്നും പോകാതെ തിരിച്ചു പിടിക്കുന്ന പ്രോസസ്സിങ്ങിനെ പറയുന്നതാണ് എൻഫോഴ്സ്മെന്റ് ഓഫ് സെക്യൂരിറ്റി ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഇനി എൻഫോഴ്സ്മെന്റ് ഓഫ് സെക്യൂരിറ്റി ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് വലിയൊരു ഭാഗമാണ്. അതിൽ ഓരോ സെക്ഷനുകൾ, അതിന്റെ പരിധിയിൽ വരുന്ന കാര്യം, അതൊക്കെ നമുക്ക് നോക്കാനുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് 1-2 കാര്യങ്ങളും നമുക്ക് ചർച്ച ചെയ്തിട്ട് ഈ ക്ലാസ്സിന്റെ അവസാന ഭാഗത്ത് ഇത് തുടരാം. അതെന്താണ് 1-2 കാര്യങ്ങൾ? ഒന്ന്, സർഫേസി ആക്ടിന്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണെന്നുണ്ട് നമ്മൾ നോക്കണം. സർഫേസി ആക്ടിന്റെ പരിധി വരാത്ത കാര്യങ്ങളുണ്ട്, അതും നമുക്ക് നോക്കണം. ഇനി സർഫേസി ആക്ട് ചെയ്യുന്ന സമയത്ത് ബാങ്കുകളാണല്ലോ ചെയ്യുക, അതല്ലെങ്കിൽ അതുപോലുള്ള ഫിനാൻഷ്യൽ സ്ഥാപനങ്ങൾ, അവരെന്തെല്ലാം ശ്രദ്ധിക്കണം, ഇതാണ്
മറ്റൊന്ന്. അതുപോലെ സർഫേസി ആക്ടും കോപ്പറേറ്റീവ് ബാങ്കും തമ്മിലുള്ള ഒരു ബന്ധം, അതായത് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ, ഇതാണ് നമ്മൾ ചർച്ച ചെയ്യുന്ന 4ാമത്തെ കാര്യം. അപ്പോൾ ഈ 4 കാര്യങ്ങൾ ചർച്ച ചെയ്തതിന് ശേഷം നമുക്ക് എൻഫോഴ്സ്മെന്റ് ഓഫ് സെക്യൂരിറ്റി ഇൻട്രസ്റ്റിലോട്ട് പോകാം. ഇടയ്ക്ക് നോക്കുന്ന 1ാമത്തെ കാര്യം, എന്തെല്ലാം കാര്യങ്ങളാണ് ഈ സർഫേസി ആക്ടിന്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങൾ. 1ാമതായിക്കൊണ്ട് പിടിച്ചെടുത്ത് പൊസിഷൻ എടുത്ത് അതിൻ്റെ ഓണർഷിപ്പ് സ്വന്തമാക്കുക, അതല്ലെങ്കിൽ വിൽക്കുക എന്നൊക്കെ പറയുന്നതാണ് സർഫേസി ആക്ടിന്റെ പരിധിയിൽ വരുന്ന 1ാമത്തെ കാര്യം. ഒന്നുകൂടി വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ, ബാങ്കിന് ഈടായിട്ട് വെച്ച വസ്തു അത് സ്ഥലങ്ങളായിരിക്കാം, ചിലപ്പോൾ ബിൽഡിങ്ങുകളായിരിക്കാം. ഇതൊന്നും ബാങ്കുകൾക്ക് അത് തിരിച്ചടവ് വഴുകി കഴിഞ്ഞാൽ എടുത്തുകൊണ്ടാൻ പറ്റുന്ന സാധനങ്ങളല്ല, അത് ഇമ്മൂവബിൾ പ്രോപ്പർട്ടികളാണ്. അപ്പോൾ ബാങ്ക് എന്ത് ചെയ്യും, ആ സ്ഥലങ്ങളുടെ അവകാശം, പൊസിഷൻ അതെടുത്ത് അത് വിൽക്കുക ഒക്കെ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ പൊസിഷൻ എടുത്ത് വിൽക്കുക, അതല്ലെങ്കിൽ ഓണർഷിപ്പ് സ്വന്തമാക്കുക എന്നുള്ളതാണ് സർഫേസി ആക്ടിന്റെ പരിധിയിൽ വരുന്ന ഒരു കാര്യം. 2ാമത്തെ കാര്യം, ഇപ്പോൾ കച്ചവട വസ്തുക്കളൊക്കെ ഈടായിട്ട് വെക്കുകയാണെങ്കിൽ അവിടെ ബാങ്ക് പ്രയോഗിക്കുക ഹൈപ്പോത്തിക്കേഷനാണ്. AC ആവട്ടെ, ഫ്രിഡ്ജ് ആവട്ടെ തുടങ്ങിയവയൊക്കെ നമ്മൾ ഈടായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഉപയോഗിക്കും. അപ്പോൾ അതിൻ്റെ ഇപ്പോൾ വാഹനങ്ങൾക്കാണെങ്കിൽ RC ബുക്കിലൊക്കെ ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ടാവും, ഇത് ബാങ്ക് ഹൈപ്പോത്തിക്കേഷൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കാണിച്ചിട്ടുണ്ടായിരിക്കും. അതാണ് 2ാമത്തെ കാര്യം എന്ന് പറയുന്നത്. 3ാമത്തെ കാര്യം അസൈൻമെന്റ് ചാർജ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരാളുടെ കയ്യിൽ നിന്ന് ക്യാഷ് കിട്ടാനുണ്ട്. ആ കിട്ടാനുള്ള വ്യക്തിക്ക് പെട്ടെന്ന് ക്യാഷിന് ആവശ്യമാണെങ്കിൽ അവർ ബാങ്കിനെ സമീപിച്ച് എന്ത് പറയും, എനിക്ക് ഇങ്ങനെ കാശ് കിട്ടാണ്ട്, എനിക്കിപ്പോൾ കാശിന് ആവശ്യമുണ്ട്, ഇപ്പോൾ കിട്ടുന്ന കാശിൻ്റെ അവകാശം നിങ്ങൾക്ക് തരാം, എനിക്ക് നിങ്ങൾ എന്ത് ചെയ്യാൻ ലോണ് തരണം എന്ന് പറയുകയാണെങ്കിൽ ബാങ്ക് കൊടുക്കും. അതിനാണ് അസൈൻമെന്റ് ചാർജ് എന്ന് പറയുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ LIC ഹോൾഡർ എന്ത് ചെയ്യും, അവർക്ക് LIC പോളിസിന്റെ അവകാശങ്ങളൊക്കെ കിട്ടാണ്ടല്ലോ. അപ്പോൾ ആ അടച്ചത് വെച്ചിട്ട് എന്ത് ചെയ്യും, ലോൺ എടുക്കാൻ വേണ്ടി ബാങ്കിനെ സമീപിക്കും. ബാങ്ക് അത് പരിശോധിച്ച് ലോൺ കൊടുക്കും. അപ്പോൾ അവിടെ ഉപയോഗിക്കുന്ന ചാർജ് എന്ന് പറയുന്നത് അസൈൻമെന്റ് ചാർജാണ്. ഞാൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് സർഫേസി ആക്ടിന്റെ പരിധിയിൽ വരുന്ന കാര്യം. എന്നാൽ ഇനി എന്തൊക്കെയാണ് പരിധിയിൽ വരാത്തത് എന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഗോൾഡ് ലോൺ എടുക്കുകയാണ്. ഗോൾഡ് ലോൺ എടുത്ത് ഗോൾഡ് നമ്മൾ അവിടെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ടായിരിക്കും. പിന്നെ സർഫേസി ആക്ടിന്റെ ആവശ്യം വരുന്നുണ്ടോ? ഇല്ല, ഓൾറെഡി കിട്ടിക്കഴിഞ്ഞൊരു വസ്തുവാണത്, വിൽക്കാനും ഇതൊക്കെ എളുപ്പമാണ്. 2ാമത്തെ കാര്യം ലീനി ഷെയർ. ഇവക്കൊക്കെ എതിരെ നമ്മൾ ലോൺ എടുക്കുകയാണെങ്കിൽ, ലോൺ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവക്ക് ഓൾറെഡി ഇപ്പോൾ ഏത് ഒരു കമ്പനീൻ്റെ ഷെയർ ആണെങ്കിൽ അത് ഓൾറെഡി ബാങ്കിന് ലഭിച്ചുവല്ലോ, പിന്നെ അതിലൊരു ആക്ഷൻ എടുക്കേണ്ട ആവശ്യമില്ല. 3ാമത്തെ കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്, കൃഷിഭൂമികൾ ഒരിക്കലും സർഫേസി ആക്ടിന്റെ പരിധിയിൽ വരില്ല. കാരണം കൃഷി എന്ന് പറയുന്ന രാജ്യത്ത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്ന ഒന്നാണ്. അത് ജപ്തി ചെയ്ത് കൊണ്ടുപോകുക എന്ന് പറയുന്നത് നമ്മൾ ധാർമ്മികക്കെതിരാണ്. അതുകൊണ്ടാണ് കൃഷിഭൂമികൾ ഒഴിവാക്കിയിട്ടുള്ളത്. ഇനി കൃഷിഭൂമികൾ ജപ്തി ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് കോടതി മുഖാന്തരം മാത്രമേ പറ്റുള്ളൂ, സർഫേസി ആക്ടിന്റെ പരിധിയിൽ വരില്ല. അഥവാ ഡയറക്റ്റായിട്ട് ബാങ്കുകൾക്ക് കൈകാര്യം ചെയ്യാൻ കഴിയില്ല. മറ്റൊന്ന്, 1 ലക്ഷത്തിന്റെ താഴെയുള്ള ലോണുകൾ അത് NPA ആയിട്ടുണ്ടെങ്കിലൊന്നും സർഫേസി ആക്ടിന്റെ പരിധിയിൽ വരില്ല. 1 ലക്ഷത്തിന്റെ മുകളിൽ വരുന്നതാണ് NPA ആക്ടിന്റെ പരിധിയിൽ വരുന്നത്. ഇനി പുതിയ കണക്ക് പ്രകാരം മറ്റ് ഫിനാൻഷ്യൽ സ്ഥാപനങ്ങൾ, ബാങ്ക് അല്ലാത്തതിനൊക്കെ 20 ലക്ഷത്തിന്റെ മുകളിലുണ്ടെങ്കിൽ പരിഗണിക്കുന്നുണ്ട് കേട്ടോ. അതിലും പലിശയും ചേർത്തിട്ടുള്ള എമൗണ്ട് ആട്ടോ പരിഗണിക്കുക. അങ്ങനെ എത്രയാണോ അടയ്ക്കേണ്ടത് എന്ന് കാണും. അതിന്റെ 80% തിരിച്ചടവ് കൊടുത്തിട്ടുണ്ടെങ്കിൽ, കാരണം ഏകദേശം അത് കിട്ടി, ഇനി അത് സർഫേസി ആക്ടിന്റെ പരിധിയിൽ വരില്ല. അതുപോലെയൊക്കെ സർഫേസി ആക്ടിന്റെ പരിധിയിൽ പെടാത്ത കാര്യങ്ങളാണ് കപ്പലും വിമാനമൊക്കെ ഈട് വെച്ചിട്ട് ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അതും ഇതിന്റെ പുറത്ത് വരില്ല. അഥവാ അതൊന്നും ജപ്തി ചെയ്ത് കൊണ്ടുപോകാൻ പറ്റില്ല. മറ്റൊന്ന്, കണ്ടീഷണൽ സെയിലുകളൊക്കെ അതിന്റെ പുറത്ത് മോർഗേജ് പറ്റില്ല എന്നുണ്ട്. കണ്ടീഷണൽ സെയിലിന്റെ പുറത്ത് മോർഗേജ് പറ്റില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അത് സർഫേസി ആക്ടിന്റെ പരിധിയിൽ പെടില്ല. അതുപോലെ ഹയർ പർച്ചേസ് ചെയ്തിട്ടുണ്ട്, അതിന് ലീസിനടുത്തുള്ള പ്രോപ്പർട്ടികളുണ്ട്, ഇതൊക്കെ ഈടായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പുറത്തൊന്നും ജപ്തി നടപടികളോ സർഫേസി ആക്ടോ പാടില്ല. അഥവാ ഹയറിന് നമ്മളൊരു വസ്തു പർച്ചേസ് ചെയ്തിട്ടുണ്ട്, വാടകയ്ക്ക് എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മളൊരു പ്രോപ്പർട്ടി ലീസിനെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ക്യാഷിന് ആവശ്യമാകുമ്പോൾ ഈ ലീസിനെടുത്ത പ്രോപ്പർട്ടി കൊണ്ടുപോയിട്ട് ബാങ്കിൽ ഒന്നാമത് പണയം വെക്കാൻ പറ്റില്ല. ഇനി അഥവാ അതിന്റെ പുറത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ജപ്തി ചെയ്ത് കൊണ്ടുപോകാനോ സർഫേസി ആക്ടിന്റെ പരിധിയിലോ പെടുന്ന കാര്യമല്ല. ഇനി സർഫേസി ആക്ട് നടപ്പിലാക്കുന്ന ബാങ്കുകളും മറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപനങ്ങളും
ബാങ്കുകൾക്ക് മാത്രമല്ല പെർമിഷൻ കൊടുത്തിട്ടുള്ള ഫിനാൻഷ്യൽ ബാങ്കുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപനങ്ങൾ ഉണ്ടാവും. അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ഒന്ന്, സർഫേസി ആക്ട് കൊണ്ടുവരുന്ന ആ സെക്യൂരിറ്റി അത് ബാങ്കിൽ ഈട് വെച്ചിട്ടുള്ളതായിരിക്കണം. ഒരു വ്യക്തി ലോൺ എടുക്കുമ്പോൾ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ള സെക്യൂരിറ്റി മാത്രമേ സർഫേസി ആക്ടിന്റെ പരിധിയിൽ കൊണ്ടുവന്ന് നമുക്കത് നടപ്പിലാക്കാൻ പറ്റുള്ളൂ. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ ലോണ് എന്ന് പറയുന്ന ലോൺ അക്കൗണ്ട് അത് NPA ആയിരിക്കണം. RBIയുടെ ഗൈഡ് ലൈൻസിൽ പറഞ്ഞിട്ടുള്ള NPAയുടെ കാറ്റഗറിയിൽ വരുന്ന ലോൺ അക്കൗണ്ടുകൾ മാത്രമേ സർഫേസി ആക്ട് നടപ്പിലാക്കാൻ പറ്റുള്ളൂ. മറ്റൊന്ന്, അതിൻ്റെ പീരീഡ് കഴിഞ്ഞിട്ടുണ്ടായിരിക്കണം. ഈ സർഫേസി ആക്ട് നടപ്പിലാക്കുന്നതിന് മുമ്പ് അവർക്ക് അനുവദിച്ചു കൊടുക്കേണ്ട കുറച്ച് ടൈമുകൾ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ പൂർത്തീകരിച്ചിട്ടാണ് നമ്മൾ ഈ സർഫേസി ആക്ട് നടപ്പിലാക്കുന്നത്. ഇനി പുതിയൊരു കണ്ടീഷൻ എന്ന് പറയുന്നത് 2020 മുതൽ വന്നിട്ടുള്ള കണ്ടീഷനാണ്. നമ്മൾ നേരത്തെ സർഫേസി ആക്ടിൻ്റെ ഭാഗങ്ങൾ പഠിച്ചിരുന്നു 3 4ാമത്തെ ഭാഗമായിട്ട് വരുന്നതുമായി ടച്ച് ചെയ്തിട്ടുള്ളതാണ് ഇതിൽ ഈ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇത് 2020 മുതൽ വന്ന പുതിയ കണ്ടീഷനാണ്. ലോണിന് എഗെയിൻസ്റ്റ് ആയിട്ട് വെച്ച സെക്യൂരിറ്റി സെൻട്രൽ രജിസ്ട്രറിയിൽ രജിസ്റ്റർ ചെയ്താൽ മാത്രമേ ഇതിൻ്റെ ഗുണം കിട്ടൂ. ഇതാണ് പുതിയ കണ്ടീഷൻ. ലോണിന് എഗെയിൻസ്റ്റ് ആയിട്ട് വെച്ച സെക്യൂരിറ്റി സെൻട്രൽ രജിസ്ട്രറിയിൽ രജിസ്റ്റർ ചെയ്താൽ മാത്രമേ ഇതിൻ്റെ ഗുണം കിട്ടൂ. ഇതാണ് പുതിയതായിട്ട് വന്ന കണ്ടീഷൻ എന്ന് പറയുന്നത്. ഈ 4 പോയിന്റാണ് ബാങ്കുകളും മറ്റു സർഫേസി ആക്ടിന് പര്യാപ്തമായിട്ടുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപനങ്ങളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇനി നമ്മൾ നോക്കുന്നത് സർഫേസി ആക്ടും കോപ്പറേറ്റീവ് ബാങ്കും തമ്മിലുള്ള ബന്ധമാണ്. 2002 സർഫേസി ആക്ട് വരുന്നത്. ആ സമയത്ത് കോപ്പറേറ്റീവ് ബാങ്കുകളൊന്നും ഇതിൽ ഉൾപ്പെട്ടിരുന്നില്ല. പിന്നീട് 2003 ഗവൺമെന്റ് ഒരു നോട്ടിഫിക്കേഷൻ കൊണ്ടുവരുന്നു. അതിൽ കോപ്പറേറ്റീവ് ബാങ്കും മറ്റു കുറച്ച് സ്ഥാപനങ്ങളും ഫിനാൻഷ്യൽ സ്ഥാപനങ്ങളും ഇതിലേക്ക് ഉൾപ്പെടുത്തുന്നുണ്ട്. പക്ഷെ 2013 ആകുമ്പോഴേക്കും ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നു. അങ്ങനെ കുറെ പ്രശ്നങ്ങൾ വന്ന സമയത്ത് 2013 ജനുവരി 15 കോപ്പറേറ്റീവ് ബാങ്കുകൾ അതുപോലെ മറ്റു സ്ഥാപനങ്ങൾ, നേരത്തെ 2003 നോട്ടിഫിക്കേഷൻ വന്ന സ്ഥാപനങ്ങളെല്ലാം ഇതിൽ കൂട്ടിച്ചേർത്തതായിട്ട് സർഫേസി ആക്ടിലെ സെക്ഷൻ 2(1), 4, 5 തുടങ്ങിയ സെക്ഷനുകൾ മാറ്റം വരുത്തി ഈ ബാങ്കുകളും ഇതിന് ബാധകമാണെന്ന് കൂട്ടിച്ചേർക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നിലവിൽ കോപ്പറേറ്റീവ് ബാങ്കുകൾക്കും സർഫേസി ആക്ടിന്റെ പ്രവർത്തനങ്ങൾ ചെയ്യാവുന്നതാണ്. സർഫേസി ആക്ട് ഇന്ത്യൻ ഭരണഘടനാ പ്രകാരമാണെന്ന് തെളിയിച്ചൊരു കേസ് ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ മറക്കരുത്. മാർഡിയാല കെമിക്കൽസും യൂണിയൻ ഓഫ് ഇന്ത്യ ഗവൺമെൻറ്റും തമ്മിലുള്ള കേസായിരുന്നു. 2004 അത് നടന്നിട്ടുള്ളത്. അത് സർഫേസി ആക്ടുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സർഫേസി ആക്ട് ബാങ്കിന് ഫേവറായിട്ടുള്ള ഒരു ആക്ടാണ് നമുക്കറിയാം. അപ്പോൾ അതിനെതിരെ ഒരുപാട് കേസുകളും കാര്യങ്ങളും വരുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കേസാണ് മാർഡിയാല കെമിക്കൽസ് അതുപോലെ യൂണിയൻ ഓഫ് ഇന്ത്യ ഗവൺമെൻറ് 2004 നടന്നിട്ടുള്ള. അത് പ്രകാരമാണ് ഈ ഒരു സർഫേസി ആക്ട് ഭരണഘടനാ പ്രകാരമാണെന്ന് വരുന്നത്. ഇനി സർഫേസി ആക്ടുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചില വസ്തുക്കളൊന്നുകൂടി പറയുകയാണ്, ചിലത് ആവർത്തിക്കായിരിക്കും, ക്ഷമിക്കാം. സർഫേസി ആക്ട് പ്രയോഗിക്കണമെങ്കിൽ സെക്യൂരിറ്റി കസ്റ്റമറുടെ കയ്യിലുള്ള സ്വത്തിന് മാത്രമാണ്. കസ്റ്റമേഴ്സ് കൊടുത്തിട്ടുള്ള സെക്യൂരിറ്റിൻ്റെ പുറത്ത് മാത്രമാണ് സർഫേസി ആക്ട് പ്രയോഗിക്കാൻ പറ്റുക. അതുപോലെ സർഫേസി ആക്ട് വരുന്നത് ബേഡ് ലോൺ ആയിട്ടുള്ള സെക്യൂരിറ്റിൻ്റെ പുറത്ത് മാത്രമാണ്, അഥവാ NPA ആകുക എന്ന് പറയും. NPA ആകൽ എങ്ങനെ വെച്ചാൽ, ഒരാളിൽ ലോൺ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 90 ദിവസവും അതിനൊരു റീപേയ്മെൻറ്റോ കാര്യങ്ങളോ കൊടുത്തില്ല. 90 ദിവസമായിട്ട് പോലും അതിനൊരു റീപേയ്മെൻറ്റ് ലോൺ ഉണ്ടാവും, ലോണിനൊരു എമൗണ്ട് ഉണ്ടാവും, അതിന് പുറത്ത് ഇൻട്രസ്റ്റ് ഉണ്ടാവും. അതൊന്നും തിരിച്ചടക്കാതെ 90 ദിവസം കടന്നു പോയാൽ ആ അക്കൗണ്ടിനെ പറയുന്നതാണ് NPA എന്ന് പറയുന്നത്. NPA എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇന്ത്യയിൽ വരുന്നത് 1993 ശേഷമാണ്. 1993 ശേഷമാണ് NPA ആയിട്ടുള്ള ഈ ഒരു കൺസെപ്റ്റ് ഇന്ത്യയിൽ വരുന്നത്. അതിനു മുമ്പ് അന്താരാഷ്ട്ര തലത്തിലൊക്കെ ഈ കൺസെപ്റ്റ് ഉണ്ടെങ്കിലും ഇന്ത്യ ഇത് അഡോപ്റ്റ് ചെയ്യുന്ന 1993 ശേഷമാണ് NPA എന്ന് പറയുന്ന കൺസെപ്റ്റ് എടുക്കുന്നത്. NPA ആകുക എന്ന് പറയുമ്പോൾ അതിനൊരു മാനദണ്ഡമുണ്ട്. ആ മാനദണ്ഡം നിശ്ചയിക്കുന്നത് RBI ആണ്. RBI അവരുടെ ഗൈഡ് ലൈൻസ് പറഞ്ഞിട്ടുണ്ടാവും. അത് പ്രകാരമാണ് NPA ആകുന്നത്. RBI ഇതെടുക്കുന്നത് അന്താരാഷ്ട്ര തലത്തിലൊക്കെ നോക്കിയിട്ട് തന്നെയാണ്. അന്താരാഷ്ട്ര തലത്തിൽ ബേസിൽ, സ്വിറ്റ്സർലാൻഡിലെ ബേസിൽ ലോകതലത്തിലുള്ള എല്ലാ പ്രധാനപ്പെട്ട ബാങ്കുകളുടെ നേതാക്കളും കൂടിയിരുന്ന് തീരുമാനിച്ചൊരു ഗൈഡ് ലൈൻസ് ഉണ്ട് NPAക്ക്. അതൊക്കെ പ്രകാരമാണ് RBI അതെടുത്തിട്ടുള്ളത്. അതുപോലെ NPA കേസിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കാർഷിക വിളകൾ, എഡ്യൂക്കേഷൻ ലോണുകൾ. ഇവ NPA ആകുന്ന തിരിച്ചടവ് സമയം അത് വന്നാൽ മാത്രമാണ് ആ ലോണുകൾ NPA ആകുന്നത്.
ഇപ്പോൾ എഡ്യൂക്കേഷൻ ലോൺ പറയുമ്പോൾ നമ്മുടെ പഠനം പൂർത്തിയായി ജോലിക്ക് പ്രവേശിച്ച സാലറി കിട്ടുന്നത് മുതലാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ കാർഷിക വിളകളാണെങ്കിൽ അതിനൊരു ടൈമുണ്ട്. വിളകൾ കിട്ടി തുടങ്ങിയിട്ട് അടുത്ത വിളകളൊക്കെ തുടങ്ങും. അപ്പോൾ ആ ഒരു സമയത്താണ് ആ കാർഷിക വിളക്ക് മുകളിലുള്ള ലോണുകളൊക്കെ NPA ആകുന്നത്. അത് കൂട്ടത്തിൽ ശ്രദ്ധിക്കുക. നമ്മൾ ഈ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള ARC കമ്പനിയുടെ പ്രവർത്തനം ഇമ്പോർട്ടൻ്റ് ആണ്. മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ ഒരിക്കൽ കൂടി ഞാൻ പറയാണ്, നിങ്ങൾ ആ പിക്ചറിലേക്ക് പ്രത്യേകം നോട്ട് ചെയ്ത് ശ്രദ്ധിക്കുക. അതിൽ പറയുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങളുടെ വിഷ്വല് നിങ്ങളാണത് ചെയ്യുന്നത് എന്ന അർത്ഥത്തിൽ നോക്കുക. ഓക്കെ, ഈ കാര്യം നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. ലോൺ ആവശ്യമുള്ള ഒരാൾ ബാങ്കിനെ സമീപിക്കുന്നു, എനിക്ക് ലോൺ ആവശ്യമുണ്ടെന്ന് പറയുന്നു. ബാങ്ക് എന്ത് ചെയ്യണോ, അയാൾ ചോദിക്കുന്നു, അതിന് നിങ്ങൾക്ക് തരാൻ ഞങ്ങൾക്കൊരു സെക്യൂരിറ്റി ആവശ്യമാണ്. കാരണം നിങ്ങളത് റീപേയ്മെന്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഞങ്ങൾക്കത് ഈടാക്കണ്ടേ. അപ്പോൾ ഇയാൾ എന്ത് ചെയ്യും, ആധാരങ്ങളോ അതല്ലെങ്കിൽ തത്തുല്യമായ ഒരു സാധനം സെക്യൂരിറ്റി ആയിട്ട് ബാങ്കിന് കൊടുക്കുന്നു. ബാങ്ക് അയാൾക്ക് അതിനുള്ള ക്യാഷ് കൊടുക്കുന്നു, അല്ലെങ്കിൽ ലോണായിട്ട് പാസ്സാക്കുന്നു, അക്കൗണ്ടിൽ ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ ഇയാൾക്കുള്ള ആവശ്യം ഇവിടെ നടന്നു. ഇനി ബാങ്കിന്റെ കോർട്ടിലാണുള്ളത്. ഇയാൾ മാസാമാസം എന്ത് ചെയ്യണം, ഇൻട്രസ്റ്റോ എങ്ങനെയാണോ പറഞ്ഞിട്ടുള്ള രൂപത്തിൽ ഇൻട്രസ്റ്റും ആ ലോൺ എമൗണ്ട് തിരിച്ചടക്കണം. അതിൻ്റെ ഒരു ഭാഗം ഇങ്ങനെ തിരിച്ചടച്ചു പോകണം. അങ്ങനെ ആകുമ്പോഴാണ് ബാങ്കിന് ആ കൊടുത്ത ക്യാഷ് തിരിച്ചു കിട്ടുള്ളൂ. പക്ഷെ ഇയാൾ 90 ദിവസമായിട്ടും ഒരു പേയ്മെന്റും കൊടുക്കുന്നില്ല, പലിശ പോലും അടക്കുന്നില്ലെങ്കിൽ ആ അക്കൗണ്ടുകളെ പറയുന്ന പേരാണ് NPA, നോൺ പെർഫോമിംഗ് അസറ്റ് എന്ന് പറയും. പക്ഷെ ബാങ്കുകൾക്ക് ഒരുപാട് ലോണുകൾ കൊടുക്കുന്ന സമയത്ത് ഒരുപാട് NPA വരാനുള്ള സാധ്യത ഉണ്ട്. എല്ലാവരും കൊടുക്കണം, തിരിച്ചു കൊടുത്തോളണമെന്നില്ല. ഒരുവിധ ആൾക്കാരൊക്കെ തിരിച്ചു കൊടുക്കും. പക്ഷെ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം കസ്റ്റമേഴ്സിന്റെ കയ്യിൽ നിന്ന് ക്യാഷ് മേടിക്കുന്നു, അവർക്ക് തന്നെ കൊടുക്കുന്നു. ഇതാണ് ബാങ്കിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത്. ലോണായിട്ട് കൊടുക്കുക. അപ്പൊ അതിൽ ഒരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ ബാങ്കിന്റെ പ്രവർത്തനത്തെ അത് ബാധിക്കും. അങ്ങനെ ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ARC കമ്പനികളെ രൂപപ്പെടുത്തിയിട്ടുള്ളത്. ARC കമ്പനി എന്ത് ചെയ്യും, അത്തരം NPA ആയിട്ടുള്ള അക്കൗണ്ടുകളെ വാങ്ങുന്നു, ബാങ്കിന് എന്ത് ചെയ്യുന്ന തത്തുല്യമായിട്ടുള്ള ഒരു ക്യാഷ് കൊടുക്കുന്നു. ആ സെക്യൂരിറ്റിക്ക് അനുസരിച്ചുള്ള സെയിം എമൗണ്ട് തന്നെ ആയിരിക്കണം എന്നില്ല. ARCയുടെ റേറ്റുള്ള ഒരു ക്യാഷ് എന്ത് ചെയ്യും, ബാങ്കിന് സമർപ്പിക്കുന്നു. ബാങ്കുകൾക്ക് അതൊരു ആശ്വാസമാണ്. ഇനി ARC കമ്പനി എന്താണ് ആ NPA അക്കൗണ്ട് വെച്ച് ചെയ്യാം? ARC കമ്പനി എന്ത് ചെയ്യും, ക്വാളിഫൈഡ് ബയ്യേഴ്സാണ് അവരുടെ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത്. അത് മിക്കവാറും ബാങ്കുകൾ തന്നെ ആയിരിക്കും. അവരെന്ത് ചെയ്യും, ക്യാഷ് കൊടുക്കുന്നു ARCക്ക്. എന്നിട്ട് അത്തരം നോൺ പെർഫോമിംഗ് അസറ്റുകളെ വാങ്ങുന്നു. അപ്പോൾ ARCക്കുള്ളത് അവർക്കും കിട്ടി. ഇനി NPA ആയിട്ടുള്ള അക്കൗണ്ടിന്റെ സെക്യൂരിറ്റികൾ എങ്ങനെയൊക്കെയാണ് വെക്കേണ്ടത് എന്നുള്ളത് നേരത്തെ പറഞ്ഞ രൂപത്തിൽ വെക്കുന്നു. ചിലത് പോർഷനായിട്ട് വിറ്റിട്ട് ഇത് ഈടാക്കും, അതല്ല ചിലത് ലീസിന് കൊടുത്തിട്ടാണെങ്കിൽ അങ്ങനെ കിട്ടുമെങ്കിൽ അങ്ങനെ. ഇനി ഒരു കമ്പനിയാണ് ഈടായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ മിസ്മാനേജ്മെന്റ് കൊണ്ടാണ് അത് നഷ്ടമായിട്ടുണ്ടെങ്കിൽ അവരെ മാറ്റിയിട്ട് പുതിയൊരു കമ്മിറ്റിയെ വെച്ചിട്ടോ എങ്ങനെയൊക്കെ അത് നന്നാക്കിയെടുക്കണോ, അല്ലെങ്കിൽ അവർക്ക് അതിന് കാശ് കിട്ടുന്നു, ആ രൂപത്തിൽ അവരെന്ത് ചെയ്യും, അതിനെ യൂട്ടിലൈസ് ചെയ്യുന്നു. ഇങ്ങനെയാണ് ARC കമ്പനിയുടെ പ്രവർത്തനം നടക്കുന്നത്. ഇതോടുകൂടി നിങ്ങൾക്ക് മനസ്സിലായല്ലോ? ഇല്ലാത്തവർ കമന്റ് ചെയ്യണം കേട്ടോ. നമ്മൾ നോക്കുന്ന എൻഫോഴ്സ്മെന്റ് ഓഫ് സെക്യൂരിറ്റി ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ഭാഗമാണ്. നമ്മൾ നേരത്തെ തുടങ്ങി വെച്ചിരുന്നു, അതിന്റെ ബാക്കിയാണ് നമ്മൾ നോക്കുന്നത്. സർഫേസി ആക്ടിന്റെ 3 ഭാഗങ്ങൾ നമ്മൾ പ്രധാനപ്പെട്ടതാണ്. 4 ഭാഗങ്ങൾ ഇപ്പോൾ പുതിയതായിട്ടുണ്ട്. 3 ഭാഗങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് സെക്യൂരിറ്റൈസേഷൻ ഓഫ് ഫിനാൻഷ്യൽ അസറ്റ്. അതെന്താ നമ്മൾ പറഞ്ഞു. പിന്നെ റീകൺസ്ട്രക്ഷൻ ഓഫ് ഫിനാൻഷ്യൽ അസറ്റ്, അത് എന്താ നമ്മൾ പറഞ്ഞു. മൂന്നാമത്തെ ഭാഗമാണ് എൻഫോഴ്സ്മെന്റ് ഓഫ് സെക്യൂരിറ്റി ഇൻട്രസ്റ്റ്. നമ്മൾ തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ അതിൻ്റെ ഇടയിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ സർഫേസ് ആയിട്ട് ബാധകമാകുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യേണ്ടി വന്നതാണ്. ഈ എൻഫോഴ്സ്മെന്റ് ഓഫ് സെക്യൂരിറ്റി ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ബാങ്കുകളാണ് കൈകാര്യം ചെയ്യുന്നത്. നേരത്തെ 2 എണ്ണവും സെക്യൂരിറ്റൈസേഷൻ ഓഫ് ഫിനാൻഷ്യൽ അസറ്റും റീകൺസ്ട്രക്ഷൻ ഓഫ് ഫിനാൻഷ്യൽ അസറ്റും ARC കമ്പനികളാണ് കൈകാര്യം ചെയ്യുന്നതെങ്കിൽ എൻഫോഴ്സ്മെന്റ് ഓഫ് സെക്യൂരിറ്റി ഇൻട്രസ്റ്റ് കൈകാര്യം ചെയ്യുന്നത് ബാങ്കുകൾ തന്നെയാണ്. എന്താണ് എൻഫോഴ്സ്മെന്റ് ഓഫ് സെക്യൂരിറ്റി ഇൻട്രസ്റ്റ്? ബാങ്കിന് ലോൺ കൊടുക്കുന്ന സമയത്ത് സെക്യൂരിറ്റി കിട്ടിയിട്ടുണ്ടായിരിക്കും. അത് മൂവബിളായിരിക്കാം, ഇമ്മൂവബിളായിരിക്കാം. പിന്നീട് ആ അക്കൗണ്ട് NPA ആകുമ്പോൾ അഥവാ അതിന് റീപേയ്മെന്റോ കാര്യങ്ങളോ ഒന്നും വരാതിരിക്കുന്ന സമയത്ത് ബാങ്കുകൾക്ക് അത് ജപ്തി ചെയ്തോ അല്ലാതെ അതിന്റെ ക്യാഷ് ഈടാക്കേണ്ടതുണ്ട്. അപ്പോൾ ആ ഒരു പ്രവർത്തനം നടത്തുന്നതിനാണ് എൻഫോഴ്സ്മെന്റ് ഓഫ് സെക്യൂരിറ്റി ഇൻട്രസ്റ്റ് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇത് സർഫേസ് ആക്ടിന്റെ 13 എൻഫോഴ്സ്മെന്റ് ഓഫ് സെക്യൂരിറ്റി ഇൻട്രസ്റ്റിനെ കുറിച്ച് പറയുന്നത്. നമുക്ക് ഓരോ സെക്ഷനുകൾ നോക്കാം. 13(1) 13 ഒന്നാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് ബാങ്കുകൾ അതുപോലെ അംഗീകരിച്ച
അഥവാ സർഫേസി ആക്ട് നടത്താൻ അംഗീകരിച്ചിട്ടുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപനങ്ങൾ അവ കോടതിയിൽ പോകാതെ ഈടുവച്ചിട്ടുള്ള വസ്തു സെക്യൂരിറ്റി ജപ്തി ചെയ്യാനും അത് റിക്കവർ ചെയ്യാനുള്ള അധികാരം ബാങ്കുകൾക്കും ഈ അംഗീകൃത ഫിനാൻഷ്യൽ സ്ഥാപനങ്ങൾക്ക് ഉണ്ടെന്ന് പറയുന്നതാണ് സർഫേസി ആക്ട് സെക്ഷൻ 13(1) പറയുന്നത്. ബാങ്കുകൾ അംഗീകൃത ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപനങ്ങൾക്ക് കോടതികളിൽ പോകാതെ അല്ലെങ്കിൽ ട്രിബ്യൂണലിൽ പോകാതെ ഈടുവച്ചിട്ടുള്ള വസ്തു ജപ്തി ചെയ്തെടുക്കാനും അത് റിക്കവർ ചെയ്യാനുള്ള അധികാരമുണ്ടെന്ന് കാണിക്കുന്നതാണ് ഈ 13(1) എന്ന് പറയുന്നത്. സർഫേസി ആക്ട് വരുന്നതിന് മുമ്പ് ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി എന്ന് പറയുന്ന ഒരു ആക്റ്റാണ് ഉണ്ടായിരുന്നത്. അതിൽ ജപ്തി ചെയ്യാനൊക്കെ കോടതി മുഖാന്തരമാണ് നടന്നിട്ടുണ്ടായിരുന്നത് ജപ്തി കാര്യങ്ങളൊക്കെ. എന്നാൽ സർഫേസി ആക്ട് വന്നതോടുകൂടി കോടതി നേരിട്ട് ഇടപെടേണ്ട ഒരു ആവശ്യം അവിടെ വരുന്നേയില്ല, ബാങ്കുകൾക്ക് നേരിട്ട് ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത സെക്ഷൻ 13(2) സർഫേസി ആക്ടിലെ സെക്ഷൻ 13(2) പറയുന്നത് NPA അക്കൗണ്ട് പ്രോപ്പർട്ടി സർഫേസി ആക്ട് പ്രകാരം ജപ്തി ചെയ്തെടുക്കണമെങ്കിൽ ബാങ്കിലെ ഓതറൈസ്ഡ് ഓഫീസ് 60 ദിവസത്തെ നോട്ടീസ് നൽകലോട് കൂടിയിട്ട് അത് സ്റ്റാർട്ട് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അഥവാ NPA അക്കൗണ്ട് പ്രോപ്പർട്ടി ഉണ്ടായിരിക്കും, അത് സർഫേസി ആക്ട് പ്രകാരം ജപ്തി ചെയ്തെടുക്കണമെങ്കിൽ ബാങ്കിലെ ഓതറൈസ്ഡ് ഓഫീസർ 60 ദിവസത്തെ നോട്ടീസ് നൽകണം. അത് നൽകലോട് കൂടിയിട്ടാണ് ഈ ഒരു പ്രോസസ്സിങ് ആരംഭിക്കുന്നത്. ആ ഒരു നോട്ടീസിൽ ഫുൾ ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കും. എന്നാണ് NPA ആയത്, എത്ര കുടിശ്ശികയാണ് ബാക്കിയുള്ളത്, എത്ര അടച്ചിട്ടുള്ളത്, ഇൻട്രസ്റ്റ് എത്രയാണ്, ഇനി എത്ര അടച്ചു കഴിഞ്ഞാലാണ് സെക്യൂരിറ്റി നിങ്ങൾക്ക് തന്നെ തിരിച്ചു കിട്ടുക എന്നെല്ലാ ഡീറ്റെയിൽസും അതിലുണ്ടായിരിക്കും. നമ്മൾ ഈ ഓതറൈസ്ഡ് ഓഫീസർ 60 ദിവസത്തെ നോട്ടീസ് നൽകുക എന്ന് പറഞ്ഞല്ലോ. ആരാണ് ഈ ഓതറൈസ്ഡ് ഓഫീസർ എന്ന് പറയുന്നത്? അതിൽ ഈ ഓതറൈസ്ഡ് സ്റ്റാഫ്, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഈ സ്റ്റാഫുകൾ 2 തരത്തിലുണ്ട്. ഒന്ന് അവാർഡ് സ്റ്റാഫ്, മറ്റൊന്ന് ഓഫീസ് സ്റ്റാഫ് എന്ന് പറയും. അവാർഡ് സ്റ്റാഫ് അല്ല ഇതിൽ നോക്കേണ്ടത്, ഓഫീസ് സ്റ്റാഫാണ്. അതിൽ ഓഫീസ് സ്റ്റാഫിൽ 4ാമത്തെ സ്കെയില് തൊട്ടുന്ന ആളുകളാണ് ഓതറൈസ്ഡ് ഓഫീസർമാരായിട്ട്. അതിൽ സ്കെയിൽ 1 പറയുന്നത് പ്രൊഫഷണലി ഓഫീസർമാർ, അസിസ്റ്റന്റ് മാനേജർമാരാണ് സ്കെയിൽ 1 വരുന്നത്. സ്കെയിൽ 2 വരുന്ന മാനേജർ എന്നുള്ള പദവിയിലുള്ള ആളുകളാണ്. ഈ ബാങ്കിന്റെ കേസൊക്കെ പറയുന്നത് സ്കെയിൽ 3 വരുന്നത് സീനിയർ മാനേജർമാരാണ്. സ്കെയിൽ 4 മുതലാണ് ഓതറൈസ്ഡ് ഓഫീസർമാർ വരിക. ചീഫ് മാനേജറാണ് സ്കെയിൽ 4 വ്യക്തി. സ്കെയിൽ 5 അസിസ്റ്റന്റ് മാനേജർമാർ, സ്കെയിൽ 6 ഡെപ്യൂട്ടി മാനേജർ, സ്കെയിൽ 7 ജനറൽ മാനേജർ. ഇങ്ങനെ 7 സ്കെയിലുകളാണ് ഉള്ളത്. ഇതിൽ 4 തൊട്ട് ചീഫ് മാനേജർ തൊട്ട് ജനറൽ മാനേജർ വരെയുള്ള ആ ഒരു സ്കെയിലുള്ള ആളുകളായിരിക്കും എന്തിലൊരു ഓതറൈസ്ഡ് ഓഫീസർ എന്നുള്ള പദവിയിൽ വരുന്നത്. ഇനി ഇതല്ലാതെ ബാങ്കിലെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് സർഫേസി ആക്ടിന് വേണ്ടി ഒരു ഓഫീസറെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അയാളും ഈ പരിഗണനയിൽ വരുന്നതാണ്. ഇനി അതിൽ നോട്ടീസിന്റെ കാര്യം പറഞ്ഞിരുന്നില്ലേ, നോട്ടീസ് AD ആയിട്ടാണ് അയക്കുന്നത്, അക്നോളജ്മെന്റ് ഡ്യൂ. ആ ADയിൽ ഒപ്പുവെച്ച് AD കാർഡ് ബാങ്കിൽ ഭദ്രമായി സൂക്ഷിക്കേണ്ടതുണ്ട്. ആൾ സ്വീകരിച്ചിട്ടില്ല എങ്കിൽ നോട്ട് അക്സെപ്റ്റ് എന്ന കുറിപ്പോട് കൂടിയിട്ട് അത് AD തിരിച്ചയക്കണം. ആ വീട്ടിലൊരു കുറിപ്പും വെക്കണം, ഇങ്ങനെ ഒരു നോട്ടീസ് കൊണ്ടുവന്നിരുന്നു, അപ്പോൾ നിങ്ങളെ കണ്ടിട്ടില്ല, അപ്പോൾ നിങ്ങളത് പോസ്റ്റ് ഓഫീസിൽ നിന്ന് വാങ്ങേണ്ടതാണെന്നൊക്കെ പറഞ്ഞൊരു പോസ്റ്റ് കാർഡ് കൊടുക്കുക. അതുപോലെ പോസ്റ്റ്മാൻ ആ ADന്റെ പുറകിൽ അതിൻ്റെ ഫുൾ കാര്യങ്ങളും എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. അങ്ങനെ അവർ തീരെ അത് സ്വീകരിക്കാൻ വരാതിരിക്കുകയാണെങ്കിൽ നാട്ടിലെ പ്രധാനപ്പെട്ട 2 ന്യൂസ് പേപ്പർ, ഒന്ന് ഇംഗ്ലീഷുള്ളതായിരിക്കാം, മറ്റൊന്ന് പ്രാദേശിക എന്തായാലും വേണം. അപ്പോൾ 2 ന്യൂസ് പേപ്പറിൽ പരസ്യവും കൊടുക്കണം. ഇത് അവർ സ്വീകരിച്ചിട്ടില്ലെങ്കിലാണ് ഈ പരസ്യം കൊടുക്കേണ്ട ആവശ്യമൊക്കെ വരുന്ന കേട്ടോ. ഈ നോട്ടീസ് വന്ന സെക്യൂരിറ്റി പിന്നീട് മറ്റൊരാൾ കൈമാറാനൊന്നും സാധിക്കില്ല. അങ്ങനെ ആ ഒരു സർഫേസി ആക്ട് ലംഘിക്കുകയാണെങ്കിൽ സെക്ഷൻ 29 പ്രകാരം ജയിൽ ശിക്ഷ വരെ കിട്ടാവുന്ന ഒരു കുറ്റകൃത്യമാണത്. ഇനി സർഫേസി ആക്ട് സെക്ഷൻ 13 സബ്സെക്ഷൻ 3 പറയുന്ന കാര്യം, കടം വാങ്ങിച്ച വ്യക്തി അഥവാ ലോൺ എടുത്തു, ആ ലോണ് തിരിച്ചടക്കാതെ വരുമ്പോൾ NPA ആകും. ആ NPA ആയിട്ടുള്ള അക്കൗണ്ട് ബാങ്ക് അതിന് നോട്ടീസ് അയച്ചിട്ടുണ്ടായിരിക്കും ജപ്തി നടപടികൾ സ്വീകരിക്കുന്നതിന് മുൻപ്. അപ്പം അതിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും ശരിയല്ല, അതല്ലെങ്കിൽ ജപ്തിക്ക് കുറച്ചുകൂടി അല്ലെങ്കിൽ 60 ദിവസത്തെ സമയമുള്ള കൊടുക്കുന്നു, കുറച്ചുകൂടി നീട്ടണം എന്ന ഒബ്ജക്ഷനുകളൊക്കെ 15 ദിവസത്തിനകം നൽകിയിട്ടുണ്ടായിരിക്കണം. നോട്ടീസ് കിട്ടിയതിന് ശേഷം പറയുന്ന കാര്യമാണ് സെക്ഷൻ 13 സബ്സെക്ഷൻ 3 പറയുന്നത്. കടം വാങ്ങിച്ചിട്ടുള്ള വ്യക്തി ബാങ്ക് നോട്ടീസ് പറഞ്ഞ കാര്യത്തിൽ അത് ശരിയല്ല എന്നുണ്ടെങ്കിലും സമയം നീട്ടണമെന്നുള്ള ആവശ്യങ്ങൾ 15 ദിവസത്തിനകം നൽകിയിട്ടുണ്ടായിരിക്കണം. ഇനി സർഫേസി ആക്ട് പ്രകാരം ബാങ്ക് ജപ്തി ചെയ്യുന്ന സമയത്ത് അതിനെതിരെ സിവിൽ കോർട്ടിന് പോയിട്ട് അത് തടയാനെന്നുള്ള അവകാശം സാധാ കോടതികൾക്കില്ല.
അപ്പോൾ സാധാ കോടതികളിൽ പോയിട്ട് അതിന് യാതൊരുവിധ വിലയും ഇല്ല. ഇനി അതിലാകെ റേറ്റ് ഉള്ളത് ആ സർഫേസ് ആക്ട് തടയാനാവട്ടെ അതുമായി ബന്ധപ്പെട്ട് അധികാരമുള്ളത് DRT, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ട്രിബ്യൂണലുകൾക്ക് മാത്രമാണ്, DRATക്കും മാത്രമാണ് അതിലിടപെടാൻ പറ്റുള്ളൂ. അതും ജപ്തി ചെയ്തതിന് ശേഷം മാത്രമാണ് അവർക്കതിൽ പരാതി കേൾക്കാനൊക്കെ ഉള്ള അവകാശവും. അപ്പോൾ സർഫേസ് ആക്ട് സെക്ഷൻ 13 സബ്സെക്ഷൻ 3 പറയുന്ന കാര്യം എന്താ? കടം വാങ്ങിച്ച വ്യക്തികൾ ബാങ്ക് നോട്ടീസ് പറഞ്ഞ കാര്യം ശരിയല്ലെങ്കിൽ അല്ലെങ്കിൽ സമയം നീട്ടണമെങ്കിൽ അതിനെതിരെ ഒബ്ജക്ഷൻ പോകേണ്ടത് 15 ദിവസത്തിനുള്ളിലാണെന്ന കാര്യമാണ് ആ സെക്ഷൻ 13 സബ്സെക്ഷൻ 3 പറയുന്നത്. അടുത്ത സെക്ഷൻ സർഫേസ് ആക്ട് സെക്ഷൻ 13 സബ്സെക്ഷൻ 4. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ജപ്തിയുടെ കാര്യമാണ് അതിൽ പറയുന്നത്. സെക്ഷൻ 13 സബ്സെക്ഷൻ 4 പറയുന്നത് ജപ്തിയുടെ കാര്യമാണ്, ഇമ്പോർട്ടൻ്റ് ആണത്. ജപ്തി ചെയ്യാനാണെങ്കിലും ആ ജപ്തി ചെയ്തത് വിൽക്കാനാണെങ്കിലും അതിനുള്ള അധികാരം നമ്മൾ നേരത്തെ പറഞ്ഞ ഓതറൈസ്ഡ് ഓഫീസർക്ക് മാത്രമാണ്. ജപ്തി ചെയ്ത ശേഷം ആ വസ്തുവിലുള്ള അധികാരം അതല്ലെങ്കിൽ അതിനുള്ള ബെനിഫിറ്റുകൾ പിന്നീട് ബാങ്കിലേക്ക് മാറും. ഒരു വാടക ബിൽഡിംഗ് ആണ് ജപ്തി ചെയ്തതെങ്കിൽ പിന്നീട് അതിൽ വാടകയ്ക്ക് നിൽക്കുന്ന ആളുകൾ അതിൽ വാടക അടക്കേണ്ടത് ബാങ്കിനാണ്. അപ്പം അതിൻ്റെ എല്ലാ ബെനിഫിറ്റും ബാങ്കിലേക്ക് മാറും. ഇനി സ്ഥലമാണെങ്കിലും സ്ഥലം വാടക കൊടുത്താണെങ്കിലും അതിൽ നിന്ന് വാടക പിന്നെ ആർക്ക് പോകും? അല്ലെങ്കിൽ അതിൽ നിന്ന് ബെനിഫിറ്റ്, ഇനി തേങ്ങയാണോ എന്താണ് അതിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റ് എങ്കിൽ അത് ബാങ്കിലേക്ക് പോകും. എടുത്തു കൊണ്ടുപോകാൻ പറ്റാത്ത പ്രോപ്പർട്ടി ആണെങ്കിൽ ലാൻഡ്, അതുപോലെ തന്നെ ബിൽഡിങ്, അതിൻ്റെ ഏറ്റവും കണ്ണായ ഭാഗത്ത് യന്ത്രഭാഗത്ത് ബാങ്ക് ഒരു നോട്ടീസ് പതിപ്പിച്ചിട്ടുണ്ടായിരിക്കും ഇതിനെ കുറിച്ച് പറയുന്ന കാര്യം. ബാങ്ക് കൈവശപ്പെടുത്തി കഴിഞ്ഞാൽ ജനങ്ങളെ അറിയിക്കാൻ വേണ്ടി ആ ഭാഗത്ത് പ്രചരണത്തിലുള്ള മിനിമം 2 ന്യൂസ് പേപ്പറിൽ ഇതിൻ്റെ അധികാരം അല്ലെങ്കിൽ കൈവശം ബാങ്കിനാണെന്ന് പറഞ്ഞ പരസ്യം അതാത് ഭാഷയിലും അതുപോലെ ഇംഗ്ലീഷ് ഭാഷയിലൊക്കെ ആയിട്ട് മിനിമം 2 എണ്ണത്തിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. പിടിച്ചെടുത്ത വസ്തു വിൽക്കുന്നതിന് മുമ്പ് അതിൻ്റെ മൂല്യം കണക്കാക്കണം, നിർണ്ണയിക്കണം. അതിനായി ഏതൊരു ബാങ്കിലാണെങ്കിലും അവിടെ അപ്രൂവ്ഡ് പാനൽ വാല്യൂവർ ഉണ്ടായിരിക്കും. ആ വാല്യൂവറാണ് 3 തരത്തിലുള്ള വാല്യൂകൾ കാണുന്നത്. ഒന്ന് അവിടുത്തെ മാർക്കറ്റ് വാല്യൂ, ആ വസ്തുവിൻ്റെ പിടിച്ചെടുത്ത വസ്തുവിൻ്റെ മാർക്കറ്റ് വാല്യൂ നോക്കും. രണ്ടാമതായി അതിന് കിട്ടാവുന്നൊരു വില ഉണ്ടാവില്ലേ, മാർക്കറ്റിൽ എത്ര വാല്യൂ ഉണ്ടെങ്കിലും അത് വിൽക്കുമ്പോൾ കിട്ടുന്ന റിയലൈസബിൾ വാല്യൂ, അതാണ് രണ്ടാമതായിട്ട് അയാൾ കണക്കാക്കുന്നത്, വാല്യൂവർ കണക്കാക്കുന്നത്. മൂന്നാമതായിക്കൊണ്ട് ഗൈഡ് ലൈൻ വാല്യൂ ഫിക്സ് ചെയ്യും. ഈ 3 വാല്യൂകളാണ് ഓരോ ബാങ്കിലെയും അപ്രൂവ്ഡ് പാനൽ വാല്യൂവർ കണക്കാക്കുന്നത്. വിൽക്കുന്നതിൻ്റെ 30 ദിവസങ്ങൾക്ക് മുമ്പ് ബാങ്ക് എന്ത് ചെയ്യും? ബോറോവറെയും കസ്റ്റമറെയും നോട്ടീസിലേക്ക് അറിയിക്കും. ഈ ബോറോവർ കൊണ്ട് ഉദ്ദേശിക്കുന്ന ലോൺ എടുത്ത ആളുകൾ, ഗ്യാരണ്ടി തന്ന ആളുകൾ, ഈട് കൊടുത്ത വസ്തുവിൻ്റെ ഉടമ, ഇവരൊക്കെയാണ് ബോറോവറിൽ വരുന്നത്. അപ്പോൾ അവർക്ക് 30 ദിവസത്തിൻ്റെ മുമ്പായിക്കൊണ്ട് ബാങ്ക് ഒരു നോട്ടീസ് നൽകിയിട്ടുണ്ടായിരിക്കും. പിന്നീട് ഇക്കാര്യം ജനങ്ങളെ അറിയിക്കാൻ വേണ്ടി പരസ്യം ഇംഗ്ലീഷിലും അതാത് നാട്ടുഭാഷയിലെ പത്രത്തിലും ബാങ്ക് പരസ്യം നൽകിയിട്ടുണ്ടായിരിക്കും. അതിനുശേഷം കസ്റ്റമർ അത് അടച്ചിട്ടില്ല എങ്കിൽ ബാങ്കിന് അത് വിൽക്കാവുന്നതാണ്. വിൽക്കുന്നതിന് മുമ്പ് അതിനൊരു മിനിമം റിസർവ് ബാങ്ക് നിശ്ചയിച്ചിട്ടുണ്ടായിരിക്കും. മിനിമം തരേണ്ട ഒരു പ്രൈസ് ബാങ്ക് നിശ്ചയിക്കും. ആ നോർമലി റിസർവ് പ്രൈസ് എന്നാണ് അതിന് പറയുക. നോർമൽ റിസർവ് പ്രൈസ് എന്ന് പറയുന്നത് നമ്മൾ രണ്ടാമതായി കണ്ടിട്ടില്ലേ, അതിന് യഥാർത്ഥത്തിൽ കിട്ടാവുന്നൊരു വില എന്ന് പറഞ്ഞാൽ റിയലൈസബിൾ വാല്യൂ, അതിൻ്റെ 75% നോർമലി റിസർവ് പ്രൈസ് എന്ന് പറയുന്നത്. അത് കണ്ടിട്ടായിരിക്കും, അത് വെച്ചിട്ടായിരിക്കും ബാങ്ക് വിൽക്കുന്നത്. ആരാണോ ഏറ്റവും കൂടുതൽ വില നൽകുന്നത്, ഈ നോർമലി റിസർവ് പ്രൈസിനേക്കാൾ കൂടുതൽ, പിന്നീട് ഏറ്റവും കൂടുതൽ വിളിച്ചെടുക്കുന്ന ഒരാളുണ്ടാവില്ല, ലേലം വിളി നിങ്ങൾക്ക് അറിയായിരിക്കും. അപ്പോൾ ഏറ്റവും കൂടുതൽ ആരാണോ ആ വസ്തു വിളിച്ചെടുക്കുന്നത് അയാൾക്ക് ആ ബാങ്ക് ആ പ്രോപ്പർട്ടി കൈമാറുകയാണ് ചെയ്യുന്നത്. റിസർവ് പ്രൈസിന് താഴെയാണ് സപ്പോസ് വിൽക്കുന്നതെങ്കിൽ അതിന് ബോറോവറുടെ കൂടെ സമ്മതം ആവശ്യമാണ്. ഈ ആദ്യഘട്ടത്തിൽ ഈ റിസർവ് പ്രൈസിന് മുകളിൽ വിൽക്കാതിരിക്കുന്ന ഒരു സമയം ചിലപ്പോൾ വരും, അതല്ലെങ്കിൽ ആളുകൾ കൂടാതിരിക്കും. അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ബാങ്കിന് മറ്റൊരു ദിവസത്തേക്ക് കൂടി ഇത് വെക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, അവർക്കത് വെക്കാവുന്നതാണ്. അങ്ങനെ രണ്ടാമതൊരു ഓപ്ഷൻ വെക്കുകയാണ്, രണ്ടാമതൊരു ദിവസം വിൽക്കാൻ വേണ്ടി വെക്കണം. ആദ്യത്തെ സമയത്ത് അതിന് ആളുകൾ വന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ മറ്റു സാഹചര്യങ്ങൾ കൊണ്ട് എത്താത്തതാണെങ്കിലൊക്കെ രണ്ടാമതൊരു ദിവസം വിൽക്കാൻ വേണ്ടി വെക്കുന്ന ആ ദിവസത്തിൻ്റെ 15 ദിവസങ്ങൾക്ക് മുമ്പ് ഇതുപോലെ ബോറോവറെ അല്ലെങ്കിൽ കസ്റ്റമറെ നോട്ടീസിലേക്ക് അറിയിക്കും. ഒരാൾ അത് വിളിച്ച് എടുത്തു കഴിഞ്ഞാൽ പിറ്റേ ദിവസമെങ്കിലും
അല്ലെങ്കിൽ അന്നേ ദിവസമോ അതല്ലെങ്കിൽ പിറ്റേ ദിവസമോ 25% വിളിച്ചതിൻ്റെ കെട്ടിവെച്ചിരിക്കണം. ഒരാളൊരു വസ്തു വിളിച്ചു, അപ്പോൾ ആ വിളിച്ച വസ്തുവിൻ്റെ 25% അന്നോ അതിൻ്റെ പിറ്റേ ദിവസമോ അയാൾ വെച്ചിട്ടുണ്ടായിരിക്കണം. ഇനി മുമ്പ് ഈ വിളിക്കുന്നതിന് മുമ്പ് ചിലപ്പോഴൊക്കെ സെക്യൂരിറ്റി ആയിട്ട് വെക്കണം എന്ന് പറയും. ചിലപ്പോൾ അത് 25% ആണെങ്കിൽ അത് മതി. എത്രയാണ് ഈ സെക്യൂരിറ്റി ആയിട്ട് വെക്കുന്ന? 1% ആണെങ്കിൽ ബാക്കി 24%. എന്തായാലും 25% അന്നോ അതിൻ്റെ പിറ്റേ ദിവസമോ വെച്ചിട്ടുണ്ടായിരിക്കണം. ബാക്കി വരുന്ന തുക 2 കൊല്ലം കൊണ്ട് തീർത്താൽ പോരാ, 15 ദിവസത്തിനുള്ളിൽ കൊടുക്കണം. ബാക്കി വരുന്ന തുക 15 ദിവസത്തിന് കൊടുക്കണം. ഇതാണ് കണക്ക്. ബാങ്കിനുമാണെങ്കിൽ ചിലപ്പോൾ 3 മാസം വരെയൊക്കെ നീട്ടിക്കൊടുക്കാവുന്നതാണ്. ഇനി ബാക്കി സപ്പോസ് അയാൾ അടക്കാൻ പറ്റിയില്ല എങ്കിൽ ആ അടച്ച തുക അയാൾക്ക് തിരിച്ചു കൊടുക്കൂല, അത് അയാൾക്ക് നഷ്ടപ്പെടുകയാണ് ചെയ്യുക. ഇനി ആരും വിളിച്ചില്ല എന്ന് കൂട്ടുക, നല്ലൊരു മുതലാണ്, ആരും വിളിക്കുന്നില്ല, നാട്ടിലറിയപ്പെട്ട റൗഡിയാണ്, അയാളേക്കുന്നത് ശല്യം ഉണ്ടാവുമെന്ന് പേടിച്ച് ആരും വിളിച്ചില്ല എന്ന് കൂട്ടിക്കോ. ഇനി ബാങ്കിന് വേണമെങ്കിൽ സ്വന്തമായി റിസർവ് പൈസ എടുത്ത് വിളിച്ച് എടുക്കാവുന്നതാണ് ആ വസ്തു. വിളിക്കുമ്പോൾ കിട്ടുന്ന തുക എങ്ങനെയൊക്കെയാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് എന്നാണ് ഇനി നമ്മൾ നോക്കുന്നത്. ആദ്യമായി പരിഗണിക്കുക, ഒരു വസ്തു വിറ്റ് കിട്ടുന്ന തുക ഉണ്ടാവുമല്ലോ ഈ ജപ്തി ചെയ്തിട്ട്. ഇപ്പോൾ ഒരു 3 ലക്ഷം ഉറുപ്പ്യ കിട്ടിയെങ്കിൽ ആ ജപ്തി ചെയ്യാനുള്ള നടപടിക്ക് വേണ്ടിയിട്ട് ഒരു 10,000 രൂപ ചിലവാക്കിയിട്ടുണ്ടെങ്കിൽ ആ പൈസ ആദ്യം അതിൽ നിന്ന് കഴിക്കണം. അപ്പോൾ ജപ്തി ചെയ്യാൻ വേണ്ടി അതിൻ്റെ നടപടികൾക്ക് വേണ്ടി ചിലവ് വന്നത് ആദ്യം നിന്ന് കുറക്കണം. ബാക്കി വരുന്ന തുക ലോൺ അക്കൗണ്ടിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യണം. അതിന് ശേഷവും ബാക്കിയുണ്ടെങ്കിൽ 15 ദിവസത്തിനുള്ളിൽ ആ തുക ബോറോവർക്ക് തന്നെ തിരിച്ചു കൊടുക്കണം. ഇപ്പോൾ ബോറോവർ അല്ലെങ്കിൽ കസ്റ്റമർ ലോൺ എടുത്ത ഒരാൾ 5 ലക്ഷം ഉറുപ്പിയുടെ ലോണാണ് ഒരു പ്രോപ്പർട്ടി കൊടുത്ത് വാങ്ങിയത്. പക്ഷേ അയാൾക്ക് അത് തിരിച്ചടക്കാതെ വന്നു, ബാങ്ക് അത് ജപ്തി ചെയ്തു. സപ്പോസ് ആ വസ്തു അല്ലെങ്കിൽ ലാൻഡാണ് പെട്ടെന്ന് അവിടെ വില കൂടി എന്ത് ചെയ്യാണ്, 10 ലക്ഷത്തിനാണ് വിറ്റെങ്കിൽ ഇതിൻ്റെ നടപടി കഴിഞ്ഞ് ബാക്കി എമൗണ്ട് ഉടനെ തന്നെ 15 ദിവസത്തിനുള്ളിൽ ആ കസ്റ്റമർക്ക് കൊടുക്കണം. അത് ബാങ്കിന് അവകാശപ്പെട്ടതല്ല, ആ കസ്റ്റമറിന് അവകാശപ്പെട്ടതാണ്. ഇനി സപ്പോസ് ലോൺ എടുത്ത എമൗണ്ട് അതുപോലും നമുക്ക് ആ വിളിച്ച സമയത്ത് കിട്ടിയില്ല എങ്കിൽ ബാങ്കിന് എന്ത് ചെയ്യാം, DRT എന്ന് പറയുന്ന ട്രിബ്യൂണൽ ഉണ്ടല്ലോ, TART, അവിടെയൊക്കെ പോയിട്ട് എന്ത് ചെയ്യാം, ഒരു കേസ് കൊടുക്കാവുന്നതാണ്. ഇനി ഒരു കമ്പനി ബാങ്കിൽ ഈടായിട്ട് വെക്കുകയാണെങ്കിൽ ആ കമ്പനിയിൽ നിന്ന് അവിടെയുള്ള വർക്ക്മാനും ക്യാഷ് കൊടുക്കാനുണ്ട്, അതുപോലെ ബാങ്കിനും ക്യാഷ് കിട്ടാനുണ്ട്. എങ്കിൽ അവർക്കുള്ള ക്യാഷുകളൊക്കെ നോക്കി റേഷ്യോ കണക്കാക്കി ബാങ്ക് അവരെ കൂടി പരിഗണിച്ച് കൊടുക്കും. അതാണ് പാരിബസ് ചാർജ് പ്രകാരമുള്ളത്. ഒരു കമ്പനി ഈടായിട്ട് ബാങ്കിൽ വെച്ചാൽ പിന്നീട് അത് പരാജയപ്പെട്ട് ബാങ്ക് ജപ്തി നടപടിയിലേക്കൊക്കെ സർഫേസി ആക്ടിലൊക്കെ കടക്കുന്ന സമയത്ത് ആ കമ്പനിയിലെ വർക്ക്മാനും ആ കമ്പനിയിൽ നിന്ന് ക്യാഷ് കിട്ടാനുണ്ട് എന്ന് മനസ്സിലാക്കുന്ന സമയം അവർക്ക് കൂടിയുള്ള ബാങ്കിനും അവർക്ക് കൂടി എത്ര കിട്ടാനുണ്ട് അതിൻ്റെയൊക്കെ റേഷ്യോ കണക്കാക്കി അവരെ കൂടി പരിഗണിച്ച് കൊടുക്കണം. ഇനി ചില കമ്പനികൾ, വലിയ വലിയ കമ്പനികൾ, അവർ ചിലപ്പോൾ വലിയ ലോണുകൾ എടുക്കുന്ന സമയത്ത് ഒരു ബാങ്കിനൊന്നും ചിലപ്പോൾ ആ ലോൺ എമൗണ്ട് താങ്ങൂല. അപ്പോൾ എന്തു ചെയ്യും, ഒരുപാട് അല്ലെങ്കിൽ ഒന്നിലധികം ബാങ്കുകളൊക്കെ ചേർന്നായിരിക്കും വലിയ കമ്പനികൾക്ക് ചിലപ്പോൾ കോടിക്കണക്കിന് രൂപയുടെ ലോണൊക്കെ കൊടുക്കും. അങ്ങനെ അവർ പരാജയപ്പെടുമ്പോൾ എന്താണ് ചെയ്യുക, ഒരു ബാങ്കിനല്ലല്ലോ കിട്ടാനുള്ളത്, ഒരുപാട് ബാങ്കുകൾക്കുണ്ട്. എങ്കിൽ 60% ലോൺ എമൗണ്ടിൻ്റെ ആളുകൾ, ചിലപ്പോൾ 2 ബാങ്കുകളൊക്കെ ചേർന്ന് 60% ഉണ്ടാവും. അങ്ങനെ ചിലപ്പോൾ 3 ബാങ്കുകൾ ചേർന്നിട്ടായിരിക്കും 60% ആകുക. 60% ആളുകൾ, ആ ലോൺ എമൗണ്ടിൻ്റെ ആളുകൾ യോജിച്ച് കഴിഞ്ഞാൽ അപ്പം എന്ത് ചെയ്യും, സർഫേസി ആക്ടിലേക്ക് നീങ്ങാവുന്നതാണ്. 40% ചോടെ വരുന്ന ആ ലോൺ കൊടുത്ത ആളുകൾ വിയോജിപ്പ് പ്രകടിപ്പിക്കുകയാണെങ്കിലും സർഫേസി ആക്ടിലേക്ക് പോകാൻ പറ്റും. 60-ൽ കൂടുതൽ ആളുകൾ, 60% കൂടുതൽ ലോൺ എമൗണ്ട് കൊടുത്ത ആളുകൾ സർഫേസി ആക്ടിന് വേണ്ടി യോജിക്കുകയാണെങ്കിൽ അവിടെ സർഫേസി ആക്ട് പ്രകാരം നീങ്ങാവുന്നതാണ്. അടുത്ത സർഫേസി ആക്ട് സെക്ഷൻ 14, സീക്കിംഗ് അസിസ്റ്റൻസ് ഓഫ് കോർട്ട് ഇൻ ടേക്കിംഗ് പൊസഷൻ സെയിൽ ഓഫ് സെക്യൂർഡ് അസറ്റ്. ഇത് പറയുന്നത് ബാങ്കിൽ വെച്ചിട്ടുള്ള സെക്യൂരിറ്റികൾ അത് ഫെയിൽഡ് ആകുന്ന സമയത്ത്, NPA ആകുന്ന സമയത്ത് പിന്നീട് ബാങ്കുകൾ ജപ്തി ചെയ്തുകൊണ്ടതിനെ കുറിച്ചിട്ടാണ് ഈ സർഫേസ് ആക്ടിൽ കാര്യമായിട്ട് പറയുന്നത്. അങ്ങനെ ജപ്തി ചെയ്ത് വിൽക്കുന്ന സമയത്ത് അതല്ലെങ്കിൽ ആ ഒരു കസ്റ്റമറുടെ പ്രോപ്പർട്ടിയുടെ പൊസിഷൻ ബാങ്ക് ഏറ്റെടുക്കുന്ന സമയത്ത് ബാങ്കിന് ചിലപ്പോൾ വെല്ലുവിളികൾ നേരിടേണ്ടി വരും. ആ സമയത്ത്
അവർക്ക് ചെയ്തു കൊടുക്കേണ്ട സഹായങ്ങൾ, ബാങ്ക് ആവശ്യപ്പെടുന്ന സഹായങ്ങളിൽ നിന്ന് ഇതിനൊക്കെ കുറിച്ച് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 14 എന്ന് പറയുന്നത്. എങ്ങനെയൊക്കെയാണ് അവിടെ നിയമങ്ങളുടെ ഇടപെടലുകൾ എന്നൊക്കെ നമുക്ക് നോക്കാം. ഇത് പുതിയതായി ആഡ് ചെയ്തിട്ടുള്ള ഒരു സെക്ഷനാണ്. സർഫീസ് ആക്ടിൻ്റെ തുടക്കത്തിൽ ഈ ഒരു സെക്ഷൻ 14 ഇല്ലായിരുന്നു. ഈ സെക്ഷൻ കൊണ്ടുവന്നത് ബാങ്കുകളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓതറൈസ്ഡ് ഓഫീസർ ജപ്തി ചെയ്യാൻ പോകുന്ന സമയത്ത് അതിനെ മുടക്കം വരുന്ന ഒരുപാട് കാര്യങ്ങൾ പിന്നീട് കണ്ടു തുടങ്ങി. ആളുകൾ തടിച്ചുകൂടി, അതുപോലെ സൂയിസൈഡ് ചെയ്യുന്ന ഭീഷണിപ്പെടുത്തി, അങ്ങനെ ഒരു ഓഫീസറെ സമ്മർദ്ദം ചെലുത്തുന്ന ഒരുപാട് സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിനാൽ തന്നെ ഒരുപാട് ലോ ആൻഡ് ഓർഡർ പ്രശ്നങ്ങളുണ്ടായി. ഈ സെക്ഷനിൽ പറയുന്നത് ഇനി ഇങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് ബാങ്ക് റിക്വസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ ജില്ലാ ജഡ്ജി ആ ബാങ്കിന് വേണ്ട എല്ലാ സഹായങ്ങളും അതിനുള്ള സൗകര്യങ്ങളും ചെയ്തു കൊടുക്കണമെന്നാണ് ഈ സെക്ഷനിൽ പറയുന്നത്. അഥവാ ഒരു ബാങ്ക് റിക്വസ്റ്റ് ചെയ്തു എങ്കിൽ അവിടുത്തെ ജില്ലാ കോർട്ട് ജഡ്ജി എന്ത് ചെയ്യണം? ബാങ്കിന് വേണ്ട എല്ലാ സഹായങ്ങളും സൗകര്യങ്ങളും ചെയ്തു കൊടുക്കണം. സഹായത്തിന് വേണ്ടി ജില്ലാ ജഡ്ജിയെ വിളിക്കുന്ന സമയത്ത് ഓതറൈസ്ഡ് ഓഫീസർ എന്ത് ചെയ്യും? ജില്ലാ ജഡ്ജിക്ക് ഒരു റിക്വസ്റ്റ് ലെറ്ററും അതുപോലെ ഒരു അഫിഡവിറ്റും നൽകും. ആ അഫിഡവിറ്റിൽ എല്ലാ കാര്യങ്ങളും അതെന്ന് NPA ആയി അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസുകളും ഉള്ള ഒരു അഫിഡവിറ്റ് ആയിരിക്കും ജില്ലാ ജഡ്ജിക്ക് കൊടുക്കുന്നത്. ആ ജഡ്ജിക്ക് അത് നോക്കിയാൽ തന്നെ ആ ഒരു കേസിൻ്റെ എല്ലാ ഡീറ്റെയിൽസും മനസ്സിലാകുന്നതാണ്. അങ്ങനെ എല്ലാം കറക്റ്റായെങ്കിൽ 30 ദിവസത്തിനുള്ളിൽ ഇതിൻ്റെ മേൽ ജഡ്ജി എന്ത് ചെയ്യണം? വേണ്ട ഓർഡറുകൾ, നടപടികൾ സ്വീകരിക്കണം. ഇനി ജില്ലാ ജഡ്ജിക്ക് തക്കതായ കാരണങ്ങളുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഒരു 30 ദിവസം കൂടി അലോ ചെയ്ത് 60 ദിവസം കൊണ്ട് ജില്ലാ ജഡ്ജി അതിന്മേൽ തീരുമാനം കാണണം. ഇതാണ് അതിൽ പറയുന്നത്. അപ്പോൾ ജില്ലാ ജഡ്ജിക്ക് ഇത് കിട്ടുകയാണെങ്കിൽ 30 ദിവസത്തിൻ്റെ ഉള്ളിൽ അതിൻ്റെ തീരുമാനം കാണണം. ഇനി തക്കതായ കാരണങ്ങളുണ്ടെങ്കിൽ ഒരു 30 ദിവസം കൂട്ടിക്കൊടുത്ത് 60 ദിവസത്തിൻ്റെ ഉള്ളിൽ ഇതിന്മേലൊരു തീരുമാനം ഉണ്ടാക്കണം. ഇനി ആരെങ്കിലും പ്രശ്നം ഉണ്ടാക്കുകയാണെങ്കിൽ അവരെ റിക്വസ്റ്റ് ചെയ്ത് അറസ്റ്റ് ചെയ്യാനുള്ള നടപടികൾ ഈ വകുപ്പിന്മേലുണ്ട്. ആരെങ്കിലും പ്രശ്നം ഉണ്ടാക്കുകയാണെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്യാനുള്ള വകുപ്പ് ഈ നിയമത്തിലുണ്ട്. ഇനി ജില്ലാ ജഡ്ജിയുടെ ഈ തീരുമാനത്തിന്മേൽ സാധാരണ പോലെ മേൽക്കോടതിയിൽ പോയി സ്റ്റോപ്പ് ചെയ്യിക്കാനൊന്നും കഴിയില്ല. അതിൽ നമ്മൾ നേരത്തെ പഠിച്ച പോലെ ട്രിബ്യൂണലിൽ പോയിട്ട് വേണം സ്റ്റേ കൊടുക്കാൻ. സർഫേസ് ആക്ട് സെക്ഷൻ 15ഉം 16ഉം 15 and 16 ടേക്കിംഗ് ഓവർ ദി പൊസിഷൻ ഓഫ് എ കമ്പനി. ഒരു കമ്പനിയുടെ പൊസിഷൻ ബാങ്ക് പോലുള്ളത് ടേക്ക് ഓവർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടതാണ് സെക്ഷൻ 15 and 16 എന്ന് പറയുന്നത്. ഒരു കമ്പനി ലിക്വിഡേഷന് പോവുകയാണ്, അഥവാ കമ്പനി പിന്നെ ഇല്ലാണ്ടാവുകയാണെന്ന് അർത്ഥം. അങ്ങനെ ആകുന്ന സമയത്ത് അതിന് കിട്ടാനുള്ളതും കൊടുക്കാനുള്ളതും ഒക്കെ കണക്കാക്കുന്ന ഒരു പരിപാടിയുണ്ട്. അത് ചെയ്യുന്ന ആളാണ് ലിക്വിഡേറ്റർ എന്ന് പറയുന്നത്. ആ ലിക്വിഡേറ്റർ അപ്പോയിൻമെൻറ്റ് ചെയ്യുന്നത് സാധാരണഗതിയിൽ ഹൈക്കോടതികളായിരിക്കും. ആ ലിക്വിഡേറ്റർ ശ്രദ്ധിക്കണം, അവിടെ വർക്ക്മാൻ എത്ര കിട്ടാനുണ്ട്, ബാങ്കിന് എത്ര കൊടുക്കാനുണ്ട്, ഇതെല്ലാം ഒന്ന് കണക്കാക്കി. ഇപ്പോൾ വർക്ക്മാൻ കൊടുക്കാനുള്ളത് ഒഴിച്ച് ബാക്കിയുള്ളതിനെല്ലാം അധികാരം ബാങ്കിനായിരിക്കും വരിക. ബാങ്കിൻ്റെ ലോണ്, അത് സർഫേസ് ആക്ട്, ഇതിൻ്റെ കാര്യങ്ങളായിരിക്കും പിന്നീട് നോക്കേണ്ടത്. ആദ്യഘട്ടം എന്ത് ചെയ്യണം? വർക്ക്മാനും കൊടുക്കണം, അതോടൊപ്പം എന്ത് ചെയ്യണം? അതിനുശേഷം ബാങ്കിന് ബാക്കിയുള്ളതിനെല്ലാം അധികാരം കൊടുത്തിരിക്കണം. ഇനി സപ്പോസ് ആ കമ്പനി ബാങ്ക് ടേക്ക് ഓവർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ കാര്യങ്ങളെല്ലാം ജനങ്ങളെ ന്യൂസ് പേപ്പർ വഴി അറിയിച്ചിരിക്കണം. ആ അറിയിക്കലോട് കൂടി അവിടെ നിലവിലുണ്ടായിരുന്ന ഡയറക്ടേഴ്സ് എല്ലാം ഇനി ഒരു വിരമിച്ചു എന്ന രൂപത്തിൽ മനസ്സിലാക്കണം. അവർക്ക് ഇനി റോളില്ലാണ്ടായി പഴയ ഡയറക്ടേഴ്സിന്. അതിൻ്റെ എല്ലാം ഡയറക്ടേഴ്സിലേക്ക്, അതിനെല്ലാം അധികാരത്തിലേക്ക് പിന്നീട് ബാങ്കാണ് വരുന്നത്. ഇനി ആ പഴയ ഡയറക്ടേഴ്സിനെല്ലാം ആ പഴയ പോലത്തെ അവസ്ഥ കിട്ടണമെങ്കിൽ, അവർക്ക് ആ ഡയറക്ടേഴ്സ് പോസ്റ്റ് കിട്ടണമെങ്കിൽ അവർ ഫുൾ ക്യാഷ് അടച്ച് ബാങ്കിന് കൊടുക്കാനുള്ളതെല്ലാം വീട്ടിയിരിക്കണം. എന്നാലേ അവർക്ക് ആ പഴയ സ്ഥാനമാനങ്ങളൊക്കെ കിട്ടുള്ളൂ. ഇനി ഷെയർ ഹോൾഡേഴ്സ് വല്ല റെസൊല്യൂഷനും കൊണ്ടുവരികയാണെങ്കിൽ അതിനും ബാങ്കിൻ്റെ പെർമിഷൻ ആവശ്യമാണ്. കാരണം ബാങ്കായി പിന്നെ അവിടെ എല്ലാം. അപ്പോൾ ഷെയർ ഹോൾഡേഴ്സ് വല്ല റെസൊല്യൂഷനും കൊണ്ടുവരികയാണ്, ഒറ്റയടിക്ക് പാസ്സാക്കാൻ കഴിയില്ല. അവിടെ ബാങ്കിൻ്റെയും സമ്മതവും പെർമിഷനും ആവശ്യമാണ്. ഇനി ഒരു കച്ചവട സ്ഥാപനമാണ്, അതല്ലെങ്കിൽ തത്തുല്യമായ സ്ഥാപനങ്ങളായി വെച്ചതെങ്കിൽ ബാങ്ക് പെട്ടെന്ന് തന്നെ ഒരു ഇൻവെൻ്ററി ലിസ്റ്റ് അഥവാ സ്റ്റോക്കുകളുടെ ലിസ്റ്റ് തയ്യാറാക്കണം. എന്തെല്ലാം സാധനങ്ങളാണ് ഇവിടെ ഉള്ളത് അതിൻ്റെ എല്ലാം ലിസ്റ്റ് ഉണ്ടാക്കി, പെട്ടെന്ന് നശിച്ചു പോണ സാധനങ്ങളാണെങ്കിൽ എളുപ്പത്തിൽ അതിന് വേണ്ട കൈകാര്യങ്ങൾ, പ്രൊസീജിയർ പാലിക്കേണ്ടത്. അതുപോലെ ഇതിൽ കേൾക്കുന്ന ഒരു പേരാണ് പാഞ്ചനാമ, സാക്ഷിമൊഴി. പാഞ്ച് മീൻസ് വിറ്റ്നസ് എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇത് FIRലൊക്കെ വരുന്ന ഒന്നാണ്.
ആ പാഞ്ചനാമയിൽ ഒപ്പുവെക്കുന്ന കാര്യങ്ങളൊക്കെ ഈ സെക്ഷൻ 15-ലും 16-ലുമാണ് പറയുന്നത്. നിങ്ങൾക്ക് ഈ സെക്ഷനുകളൊക്കെ മനസ്സിലായിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇതൊരു കമ്പനിയുടെ ടേക്ക് ഓവറുമായി ബന്ധപ്പെട്ട് അത് ലിക്വിഡേഷന് പോവുകയാണെങ്കിലോ അവിടെ ആർക്കൊക്കെ മുൻഗണന കൊടുക്കണം, ആർക്കൊക്കെ കിട്ടാനുള്ളത് നോക്കണം, ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു സെക്ഷനാണ് സർഫീസ് ആക്ട് സെക്ഷൻ 15-ഉം 16 എന്ന് പറയുന്നത്. അടുത്ത സർഫീസ് ആക്ട് സെക്ഷൻ 17, ഫയലിംഗ് ആപ്ലിക്കേഷൻ ബൈ ദി ബോറോവർ ടു DRT അഗെയിൻസ്റ്റ് ദി ആക്ഷൻ ഓഫ് സെക്യൂർഡ് ക്രെഡിറ്റർ ഇൻ ടേക്കിംഗ് ഓവർ പൊസിഷൻ ഓഫ് ദി പ്രോപ്പർട്ടി. നമ്മുടെ പ്രോപ്പർട്ടി ബാങ്ക് ജപ്തി ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിൽ അതല്ലെങ്കിൽ അതിൻ്റെ പൊസിഷൻ അവർ ഏറ്റെടുക്കുകയാണെങ്കിൽ അതിനെതിരെ നമുക്ക് ന്യായമുണ്ട് എങ്കിൽ DRTയിൽ കൊണ്ടുപോയി ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യുക. അതിനെതിരെ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യുന്നതിനെക്കുറിച്ച് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 17 എന്ന് പറയുന്നത്. ഇപ്പം നമ്മുടെ പ്രോപ്പർട്ടി അവർ അന്യായമായി പിടിച്ചു കൊണ്ടുപോയി എന്ന് സങ്കല്പിക്കുക. അതിനെതിരെ സിവിൽ കോർട്ടിൽ കൊണ്ടുപോയി തന്നെ തടയിടാനോ അത് നിർത്തിവെക്കാനോ സിവിൽ കോർട്ടിന് യാതൊരു റൈറ്റും ഇല്ല. പകരം നമ്മൾ എന്ത് ചെയ്യണം? കേസ് കൊടുക്കേണ്ടത് DRTയിലാണ്. അവിടെ നിന്ന് അതിൻ്റെ അപ്പീൽ കോടതിയായ DRATയിലുമാണ്. ഇവിടെയാണ് അതിൻ്റെ കേസുകൾ കൈകാര്യം ചെയ്യുന്നത്. ബാങ്ക് ജപ്തി ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിൽ 45 ദിവസത്തിൻ്റെ ഉള്ളിൽ ബോറോവർ എന്ത് ചെയ്യണം? DRTയെ സമീപിക്കണം. 45 ദിവസത്തിൻ്റെ ഉള്ളിൽ, നീണ്ടുപോകാൻ പാടില്ല. കേസ് DRTയിൽ കിട്ടിക്കഴിഞ്ഞാൽ 60 ദിവസത്തിൻ്റെ ഉള്ളിൽ അതിൻ്റെ തീരുമാനം കാണണം. തക്കതായ കാരണങ്ങളുണ്ടെങ്കിൽ 60 ദിവസം എന്ത് ചെയ്യുക? 4 മാസം വരെ കൊണ്ടുപോകാവുന്നതാണ്. അപ്പോൾ കേസ് DRTയിൽ കിട്ടിക്കഴിഞ്ഞാൽ 60 ദിവസത്തിൻ്റെ ഉള്ളിൽ അതിൻ്റെ തീരുമാനം കാണണം. അവർക്ക് തക്കമായ കാരണങ്ങളുണ്ട് കുറച്ച് നീട്ടിക്കൊണ്ടുപോകാനെങ്കിൽ മാക്സിമം 4 മാസം വരെ എന്ത് ചെയ്യാം? നീട്ടിക്കൊണ്ടുപോകാവുന്നതാണ്. 4 മാസത്തിൻ്റെ ഉള്ളിൽ അതിന് യാതൊരു തീരുമാനവും കാണുന്നില്ല എങ്കിൽ അതിൻ്റെ അപ്പീൽ കോടതിയായിട്ടുള്ള DRATയിൽ കൊണ്ടുപോകേണ്ടതാണ്. DRTയിൽ കൊണ്ടുപോകുന്ന കേസുകൾ മിനിമം 20 ലക്ഷത്തിൻ്റെ മുകളിലുള്ള കേസുകളായിരിക്കും കേട്ടോ. നമ്മളിവിടെ പറയുന്നത് നമ്മുടെ പ്രോപ്പർട്ടി ജപ്തി ചെയ്ത് കൊണ്ടുപോകുകയാണെങ്കിൽ അതിനെതിരെ DRTയിൽ കൊണ്ടുപോയി ഫയൽ ചെയ്യാനുള്ള സെക്ഷനാണ് സെക്ഷൻ 17 എന്ന് പറയുന്നത്. സർഫേസ് ആക്ട് സെക്ഷൻ 18 നോക്കുന്നത്. അപ്പീൽ ടു DRAT എഗെയിൻസ്റ്റ് ദി ഓർഡർ ഓഫ് DRT. അഥവാ DRTയിൽ നിന്നൊരു ഓർഡർ, ഒരു വിധി വന്നു കഴിഞ്ഞാൽ അതിനെതിരെ പരാതിയുള്ള കക്ഷിക്ക് അതിൻ്റെ അപ്പീൽ ട്രിബ്യൂണലായിട്ടുള്ള DRATനെ സമീപിക്കുന്നതിനെക്കുറിച്ച് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 18 എന്ന് പറയുന്നത്. DRTയിൽ നിന്ന് ഒരു കേസിൽ ഓർഡർ വന്നു, 30 ദിവസത്തിൻ്റെ ഉള്ളിൽ, പ്രത്യേകം ശ്രദ്ധിക്കുക, 30 ദിവസത്തിൻ്റെ ഉള്ളിൽ അതിനെതിരെ പരാതിയുള്ള കക്ഷിക്ക് അപ്പീൽ പോകണമെങ്കിൽ ആ അപ്പീൽ ട്രിബ്യൂണലായിട്ടുള്ള DRATനെ 30 ദിവസത്തിൻ്റെ ഉള്ളിൽ സമീപിക്കാവുന്നതാണ്. DRTയിൽ നിന്നൊരു ഓർഡർ വന്നു ഒരു കേസിൽ എങ്കിൽ 30 ദിവസത്തിൻ്റെ ഉള്ളിൽ DRATയിൽ അപ്പീലിന് പോകാവുന്നതാണ്. ഇനി മറ്റൊന്ന്, DRTയിൽ 4 മാസമായിട്ടും ഒരു തീരുമാനമാകാത്ത കേസ് ഉണ്ടെങ്കിൽ ആ ഒരു കേസും DRATയിലേക്ക് കൊണ്ടുപോകാവുന്നതാണ്. DRTയിലൊരു കേസ് 4 മാസമായിട്ടും തീരുമാനമാകാതെ കിടക്കുന്നൊരു കേസാണെങ്കിൽ ആ ഒരു കേസും DRATയിലോട്ട് കൊണ്ടുപോകാവുന്നതാണ്. പക്ഷെ അവിടെ ശ്രദ്ധിക്കുക, ആ കേസിൻ്റെ ഇടപാട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു തുക എന്ന് പറയുന്നത് മിനിമം 20 ലക്ഷത്തിൻ്റെ ഒരു കേസെങ്കിലും ഇടപാടെങ്കിലും ആയിരിക്കണം. അങ്ങനത്തെ ഒരു കേസേ DRATയിൽ സ്വീകരിക്കുകയുള്ളൂ. ഇനി DRATയിലേക്ക് പോകുന്ന സമയത്ത് ബോറോവർ എന്ത് ചെയ്യണം? കുടിശ്ശികയുടെ 50% മുൻകൂറായിട്ട് നിക്ഷേപിച്ചിട്ടുണ്ടായിരിക്കണം. DRATയിലേക്ക് പോകുമ്പോൾ ബോറോവർ കുടിശ്ശികയുടെ 50% മുൻകൂറായിട്ട് നിക്ഷേപിക്കണം. എങ്കിലാണ് അവിടെ കേസെടുക്കുക. പക്ഷെ അതിന് കഴിയാത്തൊരവസ്ഥയാണെങ്കിൽ അത്തരം ആളുകൾ എന്ത് ചെയ്യണം? ആ കുറവ് എത്രയാണോ എങ്കിൽ ആ കുറവിനുള്ള കാരണങ്ങൾ കാട്ടിക്കൊണ്ട് ഒരു റിക്വസ്റ്റ് തയ്യാറാക്കണം. ആ റിക്വസ്റ്റ് പരിഗണിച്ചുകൊണ്ട് DRATക്കും 25% വരെ മുൻകൂർ പേയ്മെൻറ്റ് കുറക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, സാധാരണയായിട്ട് DRTക്കെതിരെ ഒരു അപ്പീൽ DRATയിൽ പോകുന്ന സമയത്ത് കുടിശ്ശികയുടെ 50% നിക്ഷേപിക്കണം. അതിന് കഴിയാത്ത ആളുകളാണെങ്കിൽ ആ കഴിയാത്ത എത്ര ശതമാനമാണോ അതിന് എന്ത് ചെയ്യണം? ബാക്കിയൊക്കെ നിക്ഷേപിച്ച് കഴിയാത്തതിൻ്റെ ഒരു റിക്വസ്റ്റ് കാട്ടി ആ റിക്വസ്റ്റ് DRTയെ സമീപിക്കണം. DRT അത് പരിശോധിച്ച് അവർക്ക് വേണമെങ്കിൽ 25% വരെ അതിൻ്റെ മുൻകൂർ പേയ്മെൻറ്റ് കുറക്കാവുന്നതാണ് 50-ൽ നിന്ന്. ഇനി DRAT എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു, ഇന്ത്യയിൽ ആകെ 5 എണ്ണേ ഉള്ളൂ, സൗത്ത് ഇന്ത്യയിൽ 1. ഈ DRATയിലുള്ള ജഡ്ജിയെ പറയുന്ന പേരാണ് ചെയർപേഴ്സൺ എന്ന് പറയുന്നത്. DRTയിലോ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് പ്രിസൈഡിങ് ഓഫീസർ. പ്രിസൈഡിങ് ഓഫീസർ എന്നാണ് DRTയിലെ ജഡ്ജിയെ പറയുന്നതെങ്കിൽ DRATയിലെ ജഡ്ജിയെ പറയുന്ന പേര് ചെയർപേഴ്സൺ എന്നുള്ളതാണ്. ആ ചെയർപേഴ്സൺ മിനിമം
ഹൈക്കോടതി ജഡ്ജി ആകാനുള്ള ഒരു അർഹത ഉള്ള ആളായിരിക്കണം മിനിമം. അപ്പോൾ ചെയർപേഴ്സൺ എന്ന് പറയുന്ന DRTയിലെ ജഡ്ജി ഹൈക്കോടതി ജഡ്ജി ആകാൻ അർഹതയുള്ള ഒരാളായിരിക്കണം എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. സെൻട്രൽ ഗവൺമെൻറ്റാണ് DRATയിലെ ജഡ്ജിയെ നിയമിക്കുന്നത്. ഇനി സർഫേസ് ആക്ട് സെക്ഷൻ 19 എന്താണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രം മതി. ജപ്തി ചെയ്തതിന് ശേഷമാണ് നമ്മൾ DRTയിലാണെങ്കിലും DRATയിലാണെങ്കിലും ഒരു കേസ് കൊടുക്കുന്നത്, അതല്ലെങ്കിൽ അതിനെതിരെ അപ്പീൽ പോകുന്നത്. സർഫേസ് ആക്ട് പ്രകാരം ജപ്തി ചെയ്തതിന് ശേഷമാണ് അപ്പീൽ പോകാൻ കഴിയുള്ളൂ. സാധാരണ കോടതിയിലൊന്നും ഇതിനെതിരെ അപ്പീൽ പോകാനും പറ്റില്ല. DRTയിലോ DRATയിലോ ആണ് അപ്പീൽ പോകേണ്ടത്. അപ്പോൾ അത് ജപ്തി ചെയ്തതിന് ശേഷമായിരിക്കും പോവുക. കാരണം ബാങ്കുകൾക്ക് ഫേവറായിട്ടാണല്ലോ സർഫേസ് ആക്ട് വരുന്നത്. അങ്ങനെ ബാങ്ക് ജപ്തി ചെയ്ത് ഒരു പ്രോപ്പർട്ടി അത് ശരിയായ വേവിലൂടെയല്ല, അതല്ലെങ്കിൽ അതിൻ്റെ ശരിയായ ഒരു നടപടിക്രമത്തിലൂടെയല്ല ബാങ്ക് തിരിച്ചു പിടിച്ചത് എങ്കിൽ അതിനെതിരെ ഓർഡർ ഇടാൻ DRT ആണെങ്കിലും DRATക്കാണെങ്കിലും സാധിക്കുന്നതാണെന്നാണ് ഈ സെക്ഷൻ 19 പറയുന്നത്. അപ്പോൾ ബാങ്കിൻ്റെ ജപ്തി നടപടി ശരിയല്ല എന്ന് കാണുന്ന സമയത്ത് അതിനെതിരെ DRTക്കും DRATക്കും ഓർഡർ ഇടാൻ പിൻബലം കൊടുക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 19 എന്ന് പറയുന്നത്. മനസ്സിലായെന്ന് കരുതുന്നു. മാത്രമല്ല, അവർക്കുണ്ടായ മാനനഷ്ടത്തിന് കോമ്പൻസേഷൻ കൊടുക്കാൻ പോലും ആര് ബാധ്യസ്ഥനാണ്? ബാങ്ക് ബാധ്യസ്ഥനായിരിക്കും. നമ്മൾ ഈ സർഫേസ് ആക്ടിൻ്റെ സെക്ഷൻ പറഞ്ഞപ്പോൾ അതിൽ ഒരുപാട് ദിവസത്തിൻ്റെ കണക്കുകൾ വന്നിട്ടുണ്ട്. ഇത്ര ദിവസത്തിൻ്റെ ഉള്ളിൽ, ഇത്ര ദിവസത്തിൻ്റെ ഉള്ളിൽ. ഇത് എക്സാമിന് ഇതുപോലെ ചോദിക്കും, ഡാഷ് ഡേയ്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ നമ്മൾ പതറാതിരിക്കും. ഒന്നുകൂടി ഞാനത് ആവർത്തിക്കണം, ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് ശ്രദ്ധിക്കണം കേട്ടോ. സെക്ഷൻ 13 രണ്ടാമത്തെ സബ്സെക്ഷൻ 2 പറയുന്നൊരു കാര്യം എന്താണ്? NPA ആയ അക്കൗണ്ടിലെ പ്രോപ്പർട്ടി സർഫേസ് ആക്ട് പ്രകാരം ജപ്തി ചെയ്ത് എടുക്കണമെങ്കിൽ ബാങ്കിലെ ഓതറൈസ്ഡ് ഓഫീസർ എത്ര ദിവസത്തെ നോട്ടീസ് നൽകലോട് കൂടിയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുകയെന്ന് ചിലപ്പോൾ ചോദിക്കും. 60 ദിവസത്തെ. നമ്മളിപ്പോൾ സെക്ഷൻ 13 സബ്സെക്ഷൻ 2 പറഞ്ഞൊരു കാര്യം, NPA ആയ അക്കൗണ്ടിലെ പ്രോപ്പർട്ടി സർഫേസ് ആക്ട് പ്രകാരം ജപ്തി ചെയ്തെടുക്കണമെങ്കിൽ ബാങ്കിലെ ഓതറൈസ്ഡ് ഓഫീസർ 60 ദിവസത്തെ നോട്ടീസ് നൽകലോട് കൂടിയിട്ടാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി സെക്ഷൻ 13 സബ്സെക്ഷൻ 3A പ്രകാരം കസ്റ്റമർക്ക് അല്ലെങ്കിൽ ബോറോവർക്ക് നോട്ടീസ് കിട്ടി, അതിൽ പറയുന്ന കാര്യം ശരിയല്ല എങ്കിൽ, അതല്ലെങ്കിൽ സമയം നീട്ടിക്കിട്ടണമെന്ന ഒബ്ജക്ഷൻ ഉണ്ടെങ്കിൽ എത്ര ദിവസത്തിനുള്ളിലാണ് അത് കൊടുക്കേണ്ടത്? 15 ദിവസത്തിൻ്റെ ഉള്ളിൽ അതിന് ഒബ്ജക്ഷൻ കൊടുക്കേണ്ടതുണ്ട്. കസ്റ്റമർക്ക് അല്ലെങ്കിൽ ബോറോവർക്ക് നോട്ടീസ് കിട്ടി, പക്ഷേ അവർക്ക് കുറച്ച് സമയം ഇനി ആവശ്യമുണ്ട്, അതല്ലെങ്കിൽ അതിൽ പറയുന്ന കാര്യം ശരിയല്ല എന്നൊരു ഒബ്ജക്ഷൻ ഉണ്ടെങ്കിൽ അത് 15 ദിവസത്തിൻ്റെ ഉള്ളിൽ അതിനെതിരെ ഒബ്ജക്ഷൻ കൊടുക്കേണ്ടതാണ്. ഇനി സെക്ഷൻ 13 സബ്സെക്ഷൻ 4 പ്രകാരം നോട്ടീസ് കിട്ടി എത്ര ദിവസങ്ങൾക്ക് ശേഷമാണ് ബാങ്കിൽ അത് പിടിച്ചെടുക്കാനുള്ള, ആ പ്രോപ്പർട്ടി പിടിച്ചെടുക്കാനുള്ള അവകാശം കിട്ടുക? 60 ദിവസത്തിന് ശേഷം. നോട്ടീസ് കിട്ടി 60 ദിവസത്തിന് ശേഷമാണ് ബാങ്കിന് ആ പ്രോപ്പർട്ടി തിരിച്ചു പിടിക്കാൻ അല്ലെങ്കിൽ അതിനുള്ള ഒരു അവകാശം കിട്ടുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. സെക്ഷൻ 13 സബ്സെക്ഷൻ 4 പ്രകാരം ജപ്തി നടപടിയിലൂടെ ബാങ്ക് ഒരു പ്രോപ്പർട്ടി പിടിച്ചെടുത്തു കഴിഞ്ഞാൽ 7 ദിവസത്തിനുള്ളിൽ പബ്ലിക്കിനെ അറിയിച്ചിരിക്കണം. അത് ന്യൂസ് പേപ്പറിലൂടെ ന്യൂസ് നൽകിയായിരിക്കാം. മിനിമം 2 ന്യൂസ് പേപ്പറിലൂടെ അറിയിക്കുക, 1 പ്രാദേശിക ഭാഷയിലായിരിക്കണം. ഇനി സെക്ഷൻ 14 പ്രകാരം ജില്ലാ ജഡ്ജിയോട് ബാങ്കിലെ ഓതറൈസ്ഡ് ഓഫീസർ സഹായിക്കാൻ ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ ജില്ലാ ജഡ്ജി എത്ര ദിവസത്തിനുള്ളിൽ അതിന് ഓർഡർ ഇടണം? 30 ദിവസത്തിനുള്ളിൽ. ഇനി ആ ജഡ്ജിക്ക് തക്കതായ കാരണങ്ങളുണ്ടെങ്കിൽ മാക്സിമം 60 ദിവസത്തിൻ്റെ ഉള്ളിൽ ഓർഡർ ഇട്ടിരിക്കണം. നമ്മൾ ജപ്തി ചെയ്തതിന് ശേഷം പരാതിയുമായി DRTയിൽ പോയി, DRTയിൽ നിന്നും നമുക്കെതിരായി ഓർഡർ വന്നു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ അപ്പീൽ പോവുക DRATയിലോട്ടാണ്. അവിടേക്ക് എത്ര ദിവസത്തിൻ്റെ ഉള്ളിലാണ് നമ്മൾ അപ്പീലുമായി പോകേണ്ടത് എന്ന് ചോദിച്ചാൽ 30 ദിവസത്തിൻ്റെ ഉള്ളിലാണ്. DRTയിൽ നിന്ന് ഓർഡർ കൈപ്പറ്റിയ ശേഷം അപ്പീൽ നൽകാൻ എത്ര ദിവസത്തെ സമയമാണ് കിട്ടുക എന്ന് ചോദിച്ചാൽ 30 ദിവസത്തെ സമയമാണ് കിട്ടുക. ബാങ്ക് പിടിച്ചെടുത്ത വസ്തുക്കൾ വിൽക്കണമെങ്കിൽ എത്ര ദിവസത്തെ നോട്ടീസ് നൽകണം എന്നതാണ് അടുത്തത്. 30 ദിവസത്തെ നോട്ടീസ് നൽകണം. ബാങ്ക് പിടിച്ചെടുത്ത് ജപ്തി ചെയ്ത സാധനങ്ങൾ വിൽക്കണമെങ്കിൽ 30 ദിവസത്തെ നോട്ടീസ് നൽകിയിരിക്കണം. പിടിച്ചെടുത്ത വസ്തുക്കൾ സെയിൽ ചെയ്യാൻ വെച്ച സമയത്ത് ആരും വരാതിരിക്കുകയോ അതല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ അവസരം പിന്നീട് വരുന്നുണ്ട് എന്ന് കാണുമ്പോൾ എത്ര ദിവസത്തേന് നോട്ടീസ് കൊടുക്കേണ്ടത് ചോദിച്ചാൽ 15 ദിവസത്തെ നോട്ടീസാണ് കൊടുക്കേണ്ടത്. ജപ്തി ചെയ്ത സാധനങ്ങൾ വിളിച്ചെടുക്കുന്ന സമയത്ത് വിളിച്ചെടുക്കുന്നതിൻ്റെ 25% കെട്ടിവെക്കേണ്ടതാണ്. ആ 25% കെട്ടിവെക്കേണ്ടത് എപ്പോഴാണ്? അന്നത്തെ ദിവസമോ അതല്ലെങ്കിൽ തൊട്ടു പിറകെയുള്ള വർക്കിംഗ് ഡേയ്സിലോ ആണ് അത്
കെട്ടിവെക്കേണ്ടത്. ജപ്തി ചെയ്ത സാധനങ്ങൾ വിളിച്ചെടുക്കുന്ന സമയത്ത് ആ വിളിച്ചെടുക്കുന്നതിൻ്റെ 25% കെട്ടിവെക്കണം. ആ 25% കെട്ടിവെക്കേണ്ടത് എപ്പോഴാണ്? അന്നേ ദിവസമോ അതല്ലെങ്കിൽ തൊട്ടടുത്ത വർക്കിംഗ് ഡേയ്സിലോ ആണ് അത് കെട്ടിവെക്കേണ്ടത്. അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചിലപ്പോൾ എന്ത് ചെയ്യും, സെക്യൂരിറ്റി ആയിട്ട് മുൻകൂട്ടി അടച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബാക്കി എത്രയാണോ 25%ലേക്ക് ആവശ്യമെങ്കിൽ ആ ബാക്കി കെട്ടിവെച്ചാൽ മതി. ചിലപ്പോൾ വിളിച്ചെടുക്കുന്നതിൻ്റെ മുമ്പ് തന്നെ സെക്യൂരിറ്റി ആയിട്ട് കെട്ടണം എന്നൊക്കെ ഒരു വ്യവസ്ഥ ഉണ്ടെങ്കിൽ എത്രയാണോ സെക്യൂരിറ്റി ആയിട്ട് കെട്ടിവെച്ചത് അതിലേക്ക് എത്രയാണ് ഇനി 25% കെട്ടിവെക്കാനുള്ളത് എങ്കിൽ ആ ഒരു തുക കെട്ടിവെച്ചാൽ മതി, അന്നോ അതല്ലെങ്കിൽ തൊട്ടുപിറകെയുള്ള വർക്കിംഗ് ഡേയ്സിൽ. ഇനി അടുത്തത്, ജപ്തി ചെയ്ത സാധനങ്ങൾ വിളിച്ചെടുക്കുമ്പോൾ 25% അപ്പോൾ തന്നെ അല്ലെങ്കിൽ തൊട്ടുപിറകിലുള്ള വർക്കിംഗ് ഡേയ്സിലോ കെട്ടിവെക്കണമെന്ന് നമ്മൾ പറഞ്ഞു. ബാക്കി തുക എത്ര ദിവസത്തിൻ്റെ ഉള്ളിൽ അടച്ചു തീർക്കണം? 15 ദിവസമാണ് സാധാരണ ഉണ്ടാവുക. ബാങ്കുകൾക്ക് വേണമെങ്കിൽ മാക്സിമം 3 മാസം വരെ നീട്ടിക്കൊടുക്കാവുന്നതാണ്. അപ്പോൾ 15 ദിവസത്തിനുള്ളിൽ ബാക്കി തുക അടച്ചിരിക്കണം. അതല്ലെങ്കിൽ മാക്സിമം പോയാൽ ബാങ്ക് അനുവദിക്കുകയാണെങ്കിൽ 3 മാസത്തിൻ്റെ ഉള്ളിൽ ആ തുക അടച്ചിരിക്കണം. ഇനി ബാങ്കുകൾക്ക് ജപ്തി ചെയ്ത സാധനങ്ങൾ വിൽക്കുന്ന സമയത്ത് ലോണ് കൊടുത്ത എമൗണ്ടിനേക്കാൾ കൂടുതൽ എമൗണ്ട് കിട്ടിയെങ്കിൽ ആ എക്സസ് ആയ എമൗണ്ട്, കൂടുതൽ കിട്ടിയ എമൗണ്ട് എത്ര ദിവസത്തിൻ്റെ ഉള്ളിലാണ് ഓണർക്ക് കൈമാറേണ്ടത് എന്ന് ചോദിച്ചാൽ 15 ദിവസത്തിൻ്റെ ഉള്ളിൽ ഓണർക്ക് കൈമാറേണ്ടതുണ്ട്. 15 ദിവസത്തിൻ്റെ ഉള്ളിൽ നമുക്ക് ലോണ് കൊടുത്ത എമൗണ്ടിനേക്കാൾ കൂടുതൽ ജപ്തി ചെയ്ത സാധനങ്ങൾ വിറ്റ സമയത്ത് കിട്ടി എങ്കിൽ ബാങ്കുകൾക്ക് ആ എക്സസ് ആയ എമൗണ്ട് 15 ദിവസത്തിനുള്ളിൽ അതിൻ്റെ ഓണർക്ക് കൈമാറേണ്ടതുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ സർഫേസി ആക്ട് എന്ന് പറയുന്നത്. എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. സംശയം ഉണ്ടെങ്കിൽ നമ്മൾ കമൻ്റായിട്ട് ചോദിക്കണം. 1 മണിക്കൂറിലധികം നീണ്ടുപോയിട്ടുണ്ട് ക്ലാസ് എന്നറിയാം. 10 മണിക്കൂറിൻ്റെ കണ്ടൻറ് ഉള്ളതാണ് ഞാൻ 1 മണിക്കൂറിലേക്ക് ചുരുക്കിയിട്ടുള്ളത്. ഇനി ഈ ഭാഗത്തു നിന്ന് ചോദിച്ച ചോദ്യങ്ങൾ അടങ്ങിയ ഒരു മോക്ക് ടെസ്റ്റ് വീഡിയോ ഞാൻ പിന്നീട് നിങ്ങൾക്ക് വിട്ടു തരുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തുക. ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. പ്രധാനപ്പെട്ട ആഡ് ചെയ്യേണ്ട ഭാഗങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് അറിയിക്കുക. അപ്പോൾ നമ്മൾ ബാങ്കിങ് നിയമങ്ങളിൽ ഒന്ന് മാത്രമാണ്, സർഫേസി ആക്ട് മാത്രമാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. NI ആക്ട് ഉണ്ട്, BR ആക്ട് ഉണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ശേഷം വരുന്നുണ്ട്. അപ്പോൾ അതുകൂടി നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്